السلام عليكم ورحمة الله وبركاته. وعليكم السلام. الحمد لله حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة من جلسات دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതി മദീന അറബിക് പാഠപുസ്തക പരമ്പരയിലെ ഒന്നാം ഭാഗത്തിലാണ്. നമ്മൾ എവിടം വരെ എത്തി? أين وقفنا؟ في أي صفحة؟ പേജ് നമ്പർ 65 വരെ. 65 65 ولا 56؟ 65 أكيد 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 ഉറപ്പാണെന്ന് കേട്ടാ. കുറെ പേരുടെ എക്സസൈസ് ഞാൻ നോക്കി. അത് ഉത്തരവാദിത്തം ഏൽപ്പിച്ച ആള് കുറച്ച് തിരക്കായിപ്പോയി. അല്ല, അദ്ദേഹത്തിന്റെ ഉമ്മക്കെന്തോ സർജറി മറ്റേ ആയിപ്പോയി. ഞാനത് പെട്ടെന്ന് നോട്ട് ചെയ്തില്ല. എന്തായാലും കുറെ ഭാഗങ്ങൾ ഞാൻ നോക്കി. എഴുതിയത്തോളം കുഴപ്പമില്ലാത്തവരാണ് എഴുതിയിരിക്കുന്നത്. ഈ സംശയമുള്ളവരാണ് എഴുതാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ തെറ്റ് വരുത്താൻ സാധ്യതയുള്ളവരാണ് ഇടേണ്ടത്. ശരിയാണ് എന്ന് ഉറപ്പുള്ളവർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എഴുതിയവരെല്ലാം ശരി എഴുതിയവരാണ്. തെറ്റെഴുതിയവരാണ് ഇടേണ്ടത്. എനിക്ക് തെറ്റാണോ ശരിയാണോ എന്ന് അറിയണ്ടേ? അതാണ്. അപ്പൊ ചില ആൾക്കാർ വിചാരിക്കും ഇത് ഞാൻ എഴുതി എല്ലാവരും കണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ കുടിമുറിയിൽ എല്ലാവരും ഒരേ പണിയാണ് ചെയ്യുന്നത്. എല്ലാവരും എന്ത് ചെയ്യണം? പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ്. അപ്പോ ചെറിയവനെന്നോ വലിയവനെന്നോ ഉദ്യോഗസ്ഥനെന്നോ തൊഴിലാളിയെന്നോ ഉള്ള വ്യത്യാസമൊന്നും ഇതിലില്ല. ചെറുപ്പക്കാരെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമൊന്നും ഇതിലില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ചില ഉയർന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ അതിൽ എന്ത് ചെയ്യുക, കുറെ അധികം പഠിക്കേണ്ടതുള്ളത്. ശരി, എന്തായാലും നമ്മൾ എഴുതിയിടത്തോളം ശരിയാണ്. അതിൽ ഒരെണ്ണം ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത്, ഇവിടെ മരീബുൻ അൻതയ ഖാലി എന്ന് ചോദിച്ചെടുത്ത് എന്ത് ചെയ്യണം? മരീബത്തുൻ എന്ന് ചോദിക്കണം. അൻതി മരീബുൻ എന്ന് പറഞ്ഞ ആണാണ്, നമ്മൾ പഠിച്ചതാണത്. അപ്പൊ പെണ്ണ് ചോദിക്കുമ്പോൾ ഖാലിത്തിനോട് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? മരീബത്തുൻ അൻതി എന്ന് ചോദിക്കണം. അപ്പൊ രണ്ടെണ്ണം മാറ്റേണ്ടതുണ്ടായിരിക്കും, അത് ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തത് അന്നിസിൽ ഫഅല ഫീ കുല്ലി മിനൽ ജുമലിൽ ആതിയ. അന്നിസ് എന്ന് പറഞ്ഞാൽ മേക്ക് ഇറ്റ് ഫെമിനിൻ. മുഅന്നസുൻ എന്ന് പറഞ്ഞാൽ ഫെമിനിൻ. അന്നിസ് ഇതൊന്നും എഴുതിയെടുക്കേണ്ടതല്ല കേട്ടോ. എഴുതിയെടുക്കേണ്ടതോ അല്ല, ഇപ്പോഴോ പിന്നീടോ എഴുതിയെടുക്കേണ്ടതല്ല. പെണ്ണെല്ലാം തലയിലല്ലേ ചെയ്യുന്നത്. ഇപ്പോഴോ പിന്നീടോ എഴുതിയെടുക്കേണ്ടതല്ല. ഈ എക്സസൈസിന്റെ ടൈറ്റിലൊന്നും നമ്മൾ എഴുതിയെടുക്കേണ്ടതല്ല. ഇതൊക്കെ എന്താണ്, പല പ്രാവശ്യം കേട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യരുത്, ഏറ്റെടുക്കരുത്. അതെന്താണ്, ഇസ്ലാമിക സിദ്ധാന്തത്തിന് തന്നെ വിരുദ്ധമാണ്. നമുക്ക് എളുപ്പമുള്ളത് എന്ത് ചെയ്യാവൂ. എളുപ്പമുള്ളതിൽ നിന്നും പ്രയാസമുള്ളതിലേക്കാണ് പോകേണ്ടത്. അന്നിസിൽ ഫാഇൽ ക്രിയയെ അല്ല കർത്താവിനെ എന്ത് ചെയ്യുക? കർത്താവിനെ സ്ത്രീലിംഗം ആക്കുക. ഫാഇൽ എന്ന് പറഞ്ഞാൽ സെന്റൻസിലെ കർത്താവ്. സെന്റൻസിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ആ സബ്ജക്റ്റിനെ സ്ത്രീലിംഗമാക്കുക. ഫീ കുല്ലി മിനൽ ജുമലി ഇൻ ഈച്ച് ഓഫ് ദ സെന്റൻസസ് അൽ ആത്തിയ ഫോളോയിങ്. അത്ത വന്നു ആദ്യത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതാണ്, ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി തരാം. ഫോർ എക്സാമ്പിൾ ഖറജ. ഖറജ എന്ന് പറഞ്ഞാൽ പോയി എന്ന് പറയും. പോയി, ഖറജ പുറപ്പെട്ടു. അപ്പോ ആര് എന്ന് ചോദ്യം ഉണ്ടാകും. ആ ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആ സെന്റൻസിൽ ഉണ്ടാകണം. അതാണ് നിയമം. പ്രവൃത്തിയുടെ ആ ഒരു പ്രവൃത്തി ചെയ്ത ആളെ വാക്യത്തിൽ പറഞ്ഞില്ലെങ്കിൽ വാക്യം പൂർണ്ണമാവുകയില്ല. അപ്പൊ ഖറജ, ആര് പുറപ്പെട്ടു?
മുഹമ്മദ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കർത്താവ് ആരാണ് എന്നറിയണമെങ്കിൽ അതിന് ലമ്മത്ത് അടയാളമായിട്ടുള്ള ഒരു നാമം ഉണ്ടാകണം. ലമ്മത്ത് അടയാളമായിട്ടുള്ള ഒരു നാമം ഉണ്ടാകണം. അപ്പൊ ലമ്മത്ത് അടയാളമായിട്ടുള്ള നാമമായിരിക്കും ആ സെന്റൻസിന്റെ ആ ക്രിയയുടെ കർത്താവ്. ഒരു സെന്റൻസ് വെർബൽ സെന്റൻസ് ആണെങ്കിൽ അഥവാ ക്രിയാവാക്യമാണെങ്കിൽ അതിന് കർത്താവ് ഉണ്ടാകും. കർത്താവിന്റെ അടയാളം ലമ്മത്തായിരിക്കും, അന്ത്യത്തിൽ ലമ്മത്തായിരിക്കും. അപ്പൊ ഖറജ മുഹമ്മദുൻ മിനൽ ബൈത്തി. അപ്പൊ ഖറജ എന്നത് ഒരു വെർബാണ്, മുഹമ്മദുൻ എന്നത് അതിന്റെ സബ്ജക്റ്റ് ആണ്, കർത്താവാണ്. മിനൽ ബൈത്തി വീട്ടിൽ നിന്നും. അപ്പൊ മുഹമ്മദ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഖറജ എന്ന വെർബ് ഉപയോഗിച്ചത്. വെർബ് മസ്കുലിനാണ്. അത് മുഹമ്മദ് എന്നുള്ളത് ആമിനത്തായാൽ ആമിനത്ത് സ്ത്രീലിംഗമാണ്. അത് ഖറജ എന്നത് ഖറജത്ത് എന്നാകും. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പാഠത്തിൽ പഠിച്ചത്. പിന്നെ മറ്റു സബ്ജക്റ്റ് ഉണ്ടായിരിക്കുന്ന പാഠം എന്ന കാര്യം നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പാഠത്തിന്റെ പ്രധാന ഭാഗത്ത് നമ്മൾ പഠിച്ചത് അത് കർത്താവ് ഫെമിനിൻ ആണെങ്കിൽ അതിന് ക്രിയയെ ഫെമിനിൻ ആക്കണം. അപ്പോ സബ്ജക്റ്റ് ആൻഡ് വെർബ് വേണം, മാച്ചിങ് വേണം. സബ്ജക്റ്റും വെർബും തമ്മിൽ എന്ത് ചെയ്യണം? ഒരു കോംപ്രമൈസ് ഉണ്ടാകണം, തമ്മിൽ പരസ്പരം യോജിപ്പുണ്ടാകണം. അപ്പൊ ഖറജ മുഹമ്മദൻ എന്നുള്ളത് ഖറജത്ത് ആമിനത്തു എന്ന് ആക്കണം. ആമിനത്തു വന്നാൽ ഖറജത്ത് ആമിനത്തു മിനൽ ബൈത്തി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഓരോന്നിലും ഉചിതമായ രീതിയിൽ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എല്ലാ സ്ഥലത്തും സ്ത്രീലിംഗ പദം കൊടുത്തിട്ടില്ല, മറിച്ച് ഉചിതമായ രീതിയിൽ നമുക്ക് അതിനെന്ത് ചെയ്യണം? സ്ത്രീലിംഗമാക്കണം. ക്രിയയെ അന്യസിൽ ഫാഇല എന്ന് പറഞ്ഞു, കർത്താവിനെ സ്ത്രീലിംഗമാക്കണം. അപ്പൊ ഇവിടെ സഹബൽ മുദർരിസു. മുദർരിസ് എന്താണ്? പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ? പുല്ലിംഗമാണ്. അപ്പൊ മുദർരിസിനെ സ്ത്രീലിംഗമാക്കിയാൽ എന്താവും? മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുഹന്ദിസുൻ മുഹന്ദിസത്തുൻ, മുദർരിസുൻ മുദർരിസത്തുൻ, തബീബുൻ തബീബത്തുൻ. അപ്പൊ സ്ത്രീലിംഗത്തിൽ അതാ ചേർത്താൽ മോസ്റ്റ്ലി മിക്കവാറും നാമങ്ങളൊക്കെ എന്ത് ചെയ്യാം? അതിലേക്ക് മാറ്റാം, സ്ത്രീലിംഗത്തിലേക്ക് മാറ്റാം. അങ്ങനെ മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ മാറ്റാം. അപ്പൊ അവിടെ സഹബൽ മുദർരിസു ഇലൽ ഫസ്ലി എന്താക്കണം? സഹബത്തിൽ മുദർരിസത്തു. അവിടെ നേരത്തെ പറഞ്ഞത് ഖറജത്ത് ആമിനത്ത് സുക്കൂൻ എടുത്താ പറഞ്ഞത്. ഇവിടെ സഹബത്ത് അധികം അൽ മുദർരിസത്തു വന്നാൽ സഹബത്തിൽ മുദർരിസത്തു ഇലൽ ഫസ്ലി. അടുത്ത ആള് 2 സഹബ അബി ഇലൽ മുസ്തഷ്ഫ. എന്ത് ചെയ്യണം? സഹബത്ത് ഉമ്മി ഇലൽ മുസ്തഷ്ഫ. അപ്പൊ ഒന്നാമത് പറഞ്ഞ ഖറജ മുഹമ്മദ് മിനൽ ബൈത്തി, മുഹമ്മദ് വീട്ടിൽ നിന്നും പുറപ്പെട്ടു. രണ്ടാമത് എക്സസൈസിൽ ഒന്ന് പറഞ്ഞത് സഹബൽ മുദർരിസു, അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോയി. നമ്മൾ തിരുത്തി പറഞ്ഞു അധ്യാപിക ക്ലാസ്സിലേക്ക് പോയി. സഹബ അബി ഇലൽ മുസ്തഷ്ഫ, ഉപ്പ ഹോസ്പിറ്റലിലേക്ക് പോയി, ഉമ്മ ഹോസ്പിറ്റലിലേക്ക് പോയി. 3 ജലസത്ത് ത്വാലിബു ഫിൽ ഫസ്ൽ. എന്താണ്? കൂട്ടി വയ്ക്കുമ്പോൾ ജലസത്ത് താലിബ്. ജലസത്ത് എന്ത് ചെയ്യണം? പേരെടുത്ത് വെക്കുക. ആരാണ് മിണ്ടുന്നത്, ആദ്യം മിണ്ടുന്നത് ഒരാളാണ് പറയുന്നത്. വേറൊരാളെ പറയുന്നത് കണ്ടാൽ പിന്നെ ആരും പറയും. ജലസത്ത് ത്വാലിബു എന്നുള്ളത് എന്ത് ചെയ്യണം? ജലസത്തി ത്വാലിബത്തു. അപ്പോ പെൺകുട്ടി ഇരുന്നു. ഗേൾ സ്റ്റുഡന്റ് സാറ്റ് ഫിൽ ഫസ്ലി, ക്ലാസ്സിൽ. ഈ ജലസത്തി താലിബത്ത് പക്ഷെ പറയുമ്പോ ജലസത്ത് താലിബത്തു എന്ന് പറഞ്ഞ പോരെ? നേരത്തെ പറഞ്ഞല്ലോ സഹബൽ മുദർരിസു എന്ന് പറഞ്ഞപ്പോ സഹബത്തിൽ മുദർരിസത്തു എന്ന് പറഞ്ഞു. ജലസത്ത് ത്വാലിബു എന്ന് പറഞ്ഞാൽ ജലസത്തി ത്വാലിബത്തു. എഴുതുമ്പോ അങ്ങനെ, പക്ഷെ ഇതകാമൊന്നുമില്ല. ജലസത്ത് എന്ത് ചെയ്യണം? തീനെ പിന്നെ നമ്മൾ കെസ്ർ കൊടുത്തിട്ടാണ് സുക്കൂൻ മാറ്റുന്നത്. അത്വാലിബത്തിലെ അല്ലിന് സുക്കൂൻ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ജലസത്തിന്റെ സുക്കൂനിനെ മാറ്റുന്നത്. ജലസത്തി ത്വാലിബത്തു. ഓക്കെ.
അർബ. നാലാമത്തെ ഒരാൾ വായിക്കും. خرجت أختي من البيت. خرج أختي من البيت. ഒന്നുകൂടെ വായിക്കും. മുഹമ്മദ് خرجت أختي من البيت. ഇംതിയാസ് വായിക്കും. خرجت أختي من البيت. ഖറജത്ത് താ പറയുമ്പോൾ എന്ത് ചെയ്യണം? അവസാനം ഒരു ശബ്ദമുണ്ട്. ഖറജത്ത്. അതുകൊണ്ടാണ് സ്ത്രീകൾ പറയുന്നത് നിങ്ങൾ പറഞ്ഞ തെറ്റാണെന്നാണ് സ്ത്രീകൾ വിചാരിച്ചത്. ശരിയായിട്ട് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ താ അവിടെ തൊടുന്നുണ്ട്, പക്ഷെ താ പറയുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ശബ്ദം കേൾക്കണം. സുക്കൂൻ വരുമ്പോ خرجت أختي من البيت. മിനൽ ബൈത്ത്. തയ്യിബ്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജലസത്ത് അധികം അത്വാലിബത്തു. അത് ചേർത്ത് വായിക്കുമ്പോൾ ജലസത്തി ത്വാലിബത്തു. കാരണം എന്താണ്? ജലസത്ത് എന്നതിന്റെ താന് സുക്കൂനുണ്ട്, അത്വാലിബത്തിന്റെ അല്ലിന് സുക്കൂനുണ്ട്. അല്ലിന് സുക്കൂനുണ്ട്. ആ അല്ലിന്റെ സുക്കൂന് വേറെ ശംസിയായതുകൊണ്ട് അല്ലിനെ ത്വായാക്കി മാറ്റി അത് വേറെ ചെയ്യും. പക്ഷെ ആ അല്ലിന് സുക്കൂനുള്ളത് കൊണ്ട് എന്ത് ചെയ്തു? ജലസത്തി ത്വാലിബത്ത്. അതായത് ഒരു രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരാൻ പാടില്ല. രണ്ട് സുക്കൂൻ ഒരുമിച്ച് വന്നാൽ ആദ്യത്തെ സുക്കൂനിന് അടയാളം മാറ്റണം. അപ്പോൾ മാക്സിമം കസറാക്കുകയല്ല. അഊദുബില്ലാഹി മിനശ് ശൈത്താനിർ റജീമിൽ ഫതഹാണ്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ അടുത്ത പ്രാവശ്യം, അതായത് ഈ വീഡിയോ രണ്ടാമത് കേട്ടിട്ടാണ് നോട്ട് എഴുതിയത്. നോട്ട് എഴുതിയത് എന്താണെന്ന്? സ്ത്രീലിംഗത്തിന്റെ സ്ത്രീലിംഗത്തിന്റെ ഓപ്പൺ താ, സ്ത്രീലിംഗത്തിന്റെ ഓപ്പൺ താ സുക്കൂൻ, ഓപ്പൺ തായ സുക്കൂൻ മാറ്റേണ്ടി വരുള്ളൂ. സുക്കൂൻ മാറ്റേണ്ടി വന്നാൽ കസ്റ് കൊടുത്താണ് സുക്കൂൻ മാറ്റുക. ഇതാണ് നമ്മൾ നോട്ട് എഴുതി വെക്കേണ്ടത്. അപ്പൊ ഈ നോട്ട് എഴുതാൻ വേണ്ടി ബുക്ക് വേറെ ഉണ്ടല്ലോ, എക്സസൈസ് ബുക്ക് അല്ലാത്ത. നോട്ട് എപ്പോഴും എടുത്ത് നോക്കിയാൽ ഈ പാഠത്തിൽ എന്ത് നോട്ട് പഠിച്ചു, അഞ്ചാമത്തെ പാഠത്തിൽ ഏത് നോട്ട് പഠിച്ചു, ആറാമത്തെ പാഠത്തിൽ എന്ത് പഠിച്ചു എന്നുള്ളത് അവിടെ ഉണ്ടാവണം. എക്സസൈസ് എഴുതിയത് നിങ്ങൾ കളഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ എക്സസൈസ് കുറെ പേജ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ എക്സസൈസ് ഇതിന്റെ ഇടയിൽ കൂടെ നോട്ട് കണ്ടെത്താൻ പറ്റില്ല. നോട്ട് നമ്മൾ ഇങ്ങനെ ക്രമമായിട്ടായിരിക്കും നോട്ട് പഠിപ്പിക്കുന്നത്. ക്രമമായിട്ട് നോട്ട് പഠിപ്പിച്ചാൽ ഒന്നും ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റില്ല. പാഠത്തിന്റെ ഇടയിലാണ് നോട്ട് പഠിപ്പിക്കുക. അപ്പൊ അതെന്ത് ചെയ്യണം? നോട്ട് വേറെ എഴുതി വയ്ക്കണം. നിങ്ങളെടുത്ത് നോക്കിയാൽ 12ാമത്തെ പാഠത്തിൽ എന്ത് പഠിച്ചു? സ്ത്രീലിംഗത്തിന്റെ താ വന്നാൽ സ്ത്രീലിംഗത്തിന്റെ താ ചേർക്കണം. അതായത് കർത്താവ് സ്ത്രീലിംഗമായാൽ ക്രിയയോടൊപ്പം സ്ത്രീലിംഗത്തിന്റെ താ ചേർക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്ത്രീലിംഗത്തിന്റെ താ എന്ന് പറഞ്ഞാൽ അത് സുക്കൂനുള്ള തായാണ്. ആ സുക്കൂനുള്ള തായ്ക്ക് ശേഷം സുക്കൂനുള്ള അക്ഷരം വന്നാൽ ആ സ്ത്രീലിംഗത്തിന്റെ തായ സുക്കൂൻ മാറ്റണം. അതിന്റെ കാരണം രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരാൻ പാടില്ല എന്നതാണ്. രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരാൻ പാടില്ല. അതുകൊണ്ട് രണ്ട് സുക്കൂൻ ഒരുമിച്ച് വന്നാൽ ഒന്നാമത്തെ സുക്കൂന് മാറ്റണം. അപ്പോൾ ഒന്നാമത്തെ സുക്കൂൻ മാറ്റുമ്പോൾ എങ്ങനെയാണ് മാറ്റേണ്ടത്? സ്ത്രീലിംഗത്തിന്റെ താഴിന്റെ സുക്കൂൻ മാറ്റിയാൽ കസ്റ് കൊടുത്താണ് മാറ്റേണ്ടത്. മിനശ് ശൈത്താനിൽ മിൻ ഉണ്ട്. മിന്നിന്റെ സുക്കൂൻ മാറ്റുമ്പോൾ ഫതഹ് കൊടുത്താണ് മാറ്റുന്നത്. മിൻ ഷർറിൽ വസ്വാസ് എന്നല്ലേ പറഞ്ഞത്, അവിടെ മിന്നാണ്. അപ്പൊ ചേർത്ത് വായിക്കുമ്പോൾ മിനശ് ശൈത്താൻ വരുമ്പോൾ എന്താണ്? അവിടെ സുക്കൂൻ മാറ്റേണ്ടി വന്നു. അവിടെ എന്ത് ചെയ്തു? ഫതഹ് കൊടുത്താണ് മാറ്റേണ്ടത്. രണ്ട് കാര്യം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് സുക്കൂൻ എപ്പോഴും ഫതഹല്ല, എപ്പോഴും കസ്റല്ല മാറ്റുന്നത് എന്ന് മനസ്സിലാവും. പിന്നീട് നമ്മൾ പറഞ്ഞു തരും ഓരോ സന്ദർഭത്തിലും എവിടെയാണ് എന്ത് അടയാളം കൊടുത്താണ് മാറ്റേണ്ടത് എന്ന്. അപ്പോ നമ്മളെല്ലാം പഠിച്ചു തീർന്നിട്ടാണെങ്കിൽ പഠിച്ചു തീർന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം? ഒരുമിച്ച് എടുത്തിട്ട് എഴുതി വെക്കാം. അല്ലാതെ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മറന്നുപോകും. ഇഖ്റഅൽ ജുമലൽ ആതിയ. അപ്പോ വായിക്കുക. ഇഖ്റഅൽ ജുമലൽ ആതിയ. ഒന്നാമത്തെ ഒരാൾ വായിക്കും. മനിൽ ഫതല്ലദി ഖറജ മിൻ ബൈതിക അൽ ആൻ. ഫതഹ് കൊടുക്കുക അൽആനയ്ക്ക്. അൽ ആന. തയ്യിബ്. അതിന്റെ മറുപടിയും കൂടെ. അമ്മി. ആരാണ്? മനിൽ ഫതല്ലദി. ഇവിടെ നമ്മൾ പഠിക്കുന്നത് അല്ലദി എന്ന പ്രയോഗമാണ്. അപ്പോ ഖറജ അൽ ഫത അല്ലദി ഖറജ. മനിൽ ഫത ആരാണ്? യുവാവ്. അല്ലദി ഖറജ പുറപ്പെട്ടവനായ. അപ്പോ ഒരു വ്യക്തിയെ പറഞ്ഞിട്ട് അതിനെ അയാളെ വിശദീകരിക്കാൻ വേണ്ടി അല്ലദിയോ അല്ലത്തിയോ ഉപയോഗിക്കും. അപ്പൊ അല്ലദി, അല്ലദീന, അല്ലത്തി എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. അൽഫത്ത എന്ന് പറഞ്ഞാൽ യുവാവാണ്, ആണാണ്. അതുകൊണ്ട് ആണിനെ കുറിച്ച് പറയാൻ അല്ലദി ഉപയോഗിക്കും.
മനിൽ ഫത്ത അല്ലദി ഖറജ പുറപ്പെട്ടവനായ മിൻ ബൈത്തിക നിന്റെ വീട്ടിൽ നിന്ന് അൽ ആന ഇപ്പോൾ ഹുവ ബിനു അമ്മി അയാൾ എന്റെ എളാപ്പയുടെ മകനാണ്. അടുത്തത് അടുത്ത ആൾ വായിക്കൂ. من الفتاة ഉറക്കെ വായിക്കേ. من الفتاة التي خرجت من بيتك الآن يا محمد. من بيتك الآن. മിൻ ബൈത്തിക്കൽ ആന മിൻ ബൈത്തിക്കൽ ആന യാ മുഹമ്മദ്. ഉത്തരം മറുപടിയും കൂടെ. هي بنت خالتي. ഹിയ ബിന്ദു ഖാലത്തി. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞത് ഹുവ ബിൻ അമ്മി. അത് അവിടെ ഫത്ത പറഞ്ഞപ്പോൾ ഫത്തയെ കുറിച്ച് അല്ലദി എന്ന് പറഞ്ഞു. ഫത്താത്ത് വന്നപ്പോൾ അല്ലത്തി എന്ന് പറഞ്ഞു. ഫത്താത്ത് ആരാണ്? യുവതി. അപ്പൊ ഫത്തൻ എന്നത് അൽ ഇല്ലാതെ എഴുതിയാൽ ഫത്തൻ എന്നാണ് എഴുതുക. ലാം ഇട്ടിട്ട് ലാം ഒഴിവാക്കിയിട്ട് അലിഫ് ലാം ഒഴിവാക്കിയിട്ട് എഴുതിയാൽ ഫത്തൻ എന്നാണ് വരിക. ഖുർആനില് സൂറത്തുൽ ഏതിലാണ് സമീന ഫത്തൻ എന്ന് പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു സമീന ഫത്തൻ. അപ്പൊ എന്താണ്? അൽ ഇല്ലെങ്കിൽ ഫത്തൻ എന്നാണ് പറയുന്നത്. എഴുതുന്നത് ഇതേപോലെ തന്നെയാണ്. അല്ലുണ്ടാവില്ലെന്നേ ഉള്ളൂ. അവിടെ ഫത്തന് താന് 2 പത്ത് കൊടുക്കും. ഫത്തൻ. അപ്പൊ ഫത്തൻ എന്നതിന്റെ സ്ത്രീലിംഗം ഫത്താത്തുൻ. ഫത്തൻ എന്നതിന്റെ ബഹുവചനം ഫിത്തിയത്തുൻ. ഇന്നഹും ഫിത്തിയത്തുൻ. ഖാല അല്ലാഹു തആല ഈ സൂറത്തി അൽ കഹഫ് ഇന്നഹും ഫിത്തിയത്തുൻ. ഫത്തൻ എന്നതിന്റെ ബഹുവചനം ഫിത്തിയത്തുൻ. അടുത്തത് ഫത്താത്ത്. ഫത്താത്ത് എന്നത് ഫത്തൻ എന്നതിന്റെ സ്ത്രീലിംഗമാണ് ഫത്താത്ത്. അപ്പൊ എന്തായിരിക്കും അർത്ഥം? യുവതി. അപ്പോ മനിൽ ഫതാത്തു അല്ലത്തി ഫതാത്തുല്ലത്തി ഖറജത്ത്. അപ്പൊ ഫതാത്തിനെ കുറിച്ച് വന്നപ്പോ അല്ലത്തി എന്ന് പറഞ്ഞു. അപ്പൊ സ്ത്രീലിംഗമാണെങ്കിൽ അല്ലത്തി എന്ന് പറയാം. ഖറജത്ത് മിൻ ബൈത്തിക മിൻ ബൈത്തിക്കൽ ആന യാ മുഹമ്മദ്. മുഹമ്മദേ നിന്റെ വീട്ടിൽ നിന്നും ഇപ്പോൾ പുറത്തു പോയ. നേരത്തെ പറഞ്ഞ അത് തന്നെയാണ്. പക്ഷേ ഇപ്പൊ എന്താണ്? ഇപ്പൊ ഫതാത്തു യുവതിയാണ്. പിന്നീട് ഹുവ ബിനു എന്നതിന് പകരം ഹിയ എന്നാണ്. ഹിയ ബിന്ദു ഖാലത്തി. ഖാലത്ത് ആരാണ്? സഹോദരി, ഉമ്മാടെ സഹോദരിയാ. ഉമ്മാന്റെ സഹോദരി. അപ്പൊ എന്താണ് ഉമ്മാന്റെ സഹോദരി? എന്താ പറയാ മലയാളത്തില്? ഇളയപ്പ, ഇളയമ്മ, ഇളയമ്മ അല്ലെങ്കിൽ മൂത്തമ്മ എന്ന് പറഞ്ഞു. അതിന്റെ ഏതെങ്കിലും ഒന്നും പറഞ്ഞാൽ നമ്മളിപ്പോ അർത്ഥം പഠിക്കാനാണ്. ഇപ്പൊ ഇളയമ്മ ആയാലും മൂത്തമ്മ ആയാലും നമുക്ക് കുറച്ച്. അപ്പൊ അതിന്റെ കുഞ്ഞുമ്മാന്റെ മോളാണ്. മോളി പറഞ്ഞത് ഹുവബിന് അമ്മി. അത് ഇളയപ്പാടെ മോനാണ്. അസാലി സ്ഥലത്തുകൾ വായിക്കൂ. ലിമനിൽ മിഫ്താഹുല്ലദി അലൽ മക്തബി. എന്റെ മറുപടി ലിമനിൽ മിഫ്താഹുല്ലദി അലൽ മക്തബി. ബാക്കി മുദരിസി. ഓക്കെ. അപ്പോൾ സാർ ചോദ്യം, അല്ലദി എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? അല്ലദി എന്ന് പറഞ്ഞത് ഏത് വാക്കിനെ സൂചിപ്പിച്ചാണ് അല്ലദി എന്ന് പറഞ്ഞത്? മിഫ്താഹിനെ കുറിച്ചാണ്. അപ്പൊ മിഫ്താഹ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി അതൊരു പുല്ലിംഗമായ നാമമാണ്. ഒരു തായ് അടയാളമില്ല. മാത്രമല്ല പ്രയോഗത്തിൽ തായാണെന്നുള്ളത് നമുക്കും അല്ല സ്ത്രീലിംഗമാണെന്നുള്ളത് നമ്മൾ കേട്ടിട്ടുമില്ല. അതുകൊണ്ട് മിഫ്താഹ് എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗമാണ്. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലദി. നേരത്തെ പറഞ്ഞത് അൽ ഫത്ത എന്ന് പറഞ്ഞപ്പോൾ അതെന്താണ്? ഹ്യൂമൻ ബീയിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. മാസ്കുലിൻ ആണ്, ഹ്യൂമൻ ബീയിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫത്താത്ത് പറഞ്ഞപ്പോൾ ഹ്യൂമൻ ബീയിങ് ആണ്, അത് ഫീമെയിൽ ആണ്. അപ്പൊ എന്താണ്? രണ്ടും മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലദി അല്ലത്തി ഉപയോഗിച്ചു. അതേപോലെ അചേതനമായ വസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോഴും മിഫ്താഹ് പുല്ലിംഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലദി എന്ന വാക്ക് ഉപയോഗിച്ചു. ലിമനിൽ മിഫ്താഹുല്ലദി അലൽ മക്തബി. മേശപ്പുറത്തുള്ള കീ മിഫ്താഹ് ആരുടേതാണ്? മുദരിസിന്റേത്, മാഷിന്റെയാണ്. അറാബി അടുത്തയാൾ വായിക്കൂ. ലിമനി സാഅത്തുല്ലത്തി അല സരീരി. ഫാത്തിമ നാടകത്താണ് വായിച്ചത്. അതെ. ഹിയ ലി സൗജി ഉഖ്തി. ഹിയ ലി സൗജി ഉഖ്തി. സൗജി ഉഖ്തി.
ഉഖ്തി. ലിസൗജി എന്ന് പറഞ്ഞാൽ അർത്ഥം മാറിപ്പോകും. ഹിയ അല്ല ലിസൗജി ഉഖ്തി. ലിസൗജി തന്നെ പറഞ്ഞു. തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ പറയണ്ട. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയാൽ മതി. ആ നിങ്ങൾ തെറ്റിച്ച് വായിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. ലിസ്സൗജി ഉഖ്തി. ഓക്കെ. അർബ ലിമനിസ്സാഅതു. അപ്പോ അല്ലത്തിയെ വായിച്ച എന്ന് പറഞ്ഞത് അല്ല, അതെ, അല്ലത്തി എന്ന് പറഞ്ഞ ഏത് വാക്കിനെ കുറിച്ചാണ്? സാഅത്ത്. സാഅത്ത്. സാഅത്ത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് സ്ത്രീലിംഗം. അല്ലത്തി എന്ന് പറഞ്ഞത്. അല്ലത്തി. എന്നോട് എക്സസൈസ് എഴുതുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് എഴുതണം. അല്ലത്തി അല ശരീരി, കട്ടിലിന്റെ മേലുള്ളതായ വാച്ച് ആരുടേതാണ്? ഹിയ ലിസൗജി ഉഖ്തി. അതാരുടെയാണ്? സഹോദരിയുടെ ഭർത്താവ്. സഹോദരിയുടെ ഭർത്താവ്. സഹോദരി ഭർത്താവിന്റെയാണത്. അടുത്ത എക്സസൈസ്. അക്കിമിലിൽ ജുമല. ജുമൽ മീൻസ് ജുംലത്തിന്റെ ബഹുവചനമാണ് ജുമൽ. അൽ ആത്തിയത്തു കമ്മിങ് ഓർ ഫോളോയിങ് ബിവളഇ ഇസ്മിൻ. ബിവളഇ ഇസ്മിൻ. വളഅ മീൻസ് പുട്ട്. വളഅ വെച്ചു. ബിവളഇ ഇസ്മിൻ ഒരു നാമം വെച്ചുകൊണ്ട്. മൗസൂലിൻ ഇസ്മ മൗസൂലിൻ. ഇസ്മ മൗസൂൽ എന്ന് പറയുന്നതാണ് അല്ലതി അല്ലത്തിയുടെ കോമൺ പേരെന്താണ്? ഇസ്മ മൗസൂൽ. എന്താണ്? റിലേറ്റീവ് പ്രോനൗൺ. റിലേറ്റീവ് ബന്ധപ്പെടുത്തുന്ന നാമം, പ്രോനൗൺ എന്നാണ് അതിന്റെ പേര്. ഇസ്മ മൗസൂൽ. റിലേറ്റീവ് പ്രോനൗൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയാ. റിലേറ്റീവ് പ്രോനൗൺ ഇസ്മ മൗസൂൽ. അല്ലതി അല്ലത്തി. അതിന്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും വേറെ ഉണ്ട്. ഇവിടെ നമ്മൾ രണ്ടെണ്ണേ പഠിച്ചുള്ളൂ. സിംഗുലർ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ സിംഗുലർ. അപ്പോ എന്ത് ചെയ്യണം? അൽ മുനാസിബ് മീൻസ് സ്യൂട്ടബിൾ, യോജിച്ച. അല്ലതി ഓർ അല്ലതി വിത്തിൻ ബ്രാക്കറ്റ് ദാറ്റ് മീൻസ് അല്ലതി ഓർ അല്ലത്തി. ഫിൽ ഫറാഗ് ഇൻ ദ ബ്ലാങ്ക്. ഫറാഗ് മീൻസ് ബ്ലാങ്ക്. ഇതാ ഫറാഗത്ത, നീ ഒഴിവായാൽ. അൻസബ് എന്ന് പറഞ്ഞില്ല. അപ്പൊ അൽ കിതാബു എന്ത് ചേർക്കണം? അല്ലദീ അലൽ മക്തബി കിതാബുല്ലദീ. അൽ ഖലമു എന്ത് ചേർക്കണം? അൽ ഖലമുല്ലദീ ഫീ ഹഖീബതി മക്സൂറുൻ. എന്റെ ബാഗിലുള്ളതായ പേന പൊട്ടിയതാണ്. അസ്സയ്യാറത്തു എന്ത് ചേർക്കണം? അല്ലത്തി ഖറജത് മിനൽ മുസ്തശ്ഫൽ ആന ബിൽ തബീബിൽ ജദീദ്. തബീബുൽ ജദീദ് ആരാണ്? പുതിയ ഡോക്ടർ. ന്യൂ ഡോക്ടർ. പുതിയ ഡോക്ടറിന്റേതാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തുപോയ കാറ് പുതിയ ഡോക്ടറിന്റേതാണ്. അൽ കൽബിൽ എന്ത് ചേർക്കണം? അൽ കൽബുല്ലദീ ഫിൽ ഹദീഖതി ബരീഉൻ. എന്താർത്ഥം? പൂന്തോട്ടത്തിലുള്ള പട്ടിക്ക് രോഗിയാണ്. തോട്ടത്തിലുള്ള നായ്ക്ക് സുഖമില്ല. അൽ ഖാമിസ് അൽ ഫത الفتى الذي خرج من المسجد الآن بن المؤذن. ابن المؤذن. مؤذن العين الحمز مؤذن. ഖുർആനിലുള്ള വാക്കാണ്. തെറ്റിച്ചോദ്യ പഠിച്ചാൽ നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ തെറ്റിക്കും. മുഅദ്ദിൻ അല്ല, അൽ മുഅദ്ദിൻ. ഹുവ ബിനുൽ മുഅദ്ദിൻ. എന്തുകൊണ്ട് മുഅദ്ദിനു എന്ന് പറയണം? അല്ല് വന്നോണ്ട്. എവിടെ അൽ വന്നോണ്ട്? അൽ വന്നതിന് എല്ലാത്തിനും അവസാനം ലമ്മാണ് കൊടുക്കേണ്ടത്. അല്ല സോറി, അല്ല വേണ്ട. അല്ല, ഇബ്നുൽ മുഅദ്ദിനി. അല്ല, റീസൺ കൂടെ പറയാം. റീസൺ എന്താണെന്ന് പറഞ്ഞാലേ. റഷീദ് സാർ, അൽ വന്നതിന് എല്ലാത്തിനും ലമ്മല്ല വരിക. ലെമ്മാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. അൽ വന്നാൽ ലമ്മ വരണം എന്ന് നിർബന്ധമില്ലല്ലോ. അൽ വന്നാൽ ലമ്മ വരണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അല്ല വന്നോ നിർബന്ധമല്ലേ? നിർബന്ധമാണല്ലോ അല്ലേ? അൽ വന്നാൽ എല്ലാ നാമത്തിനും ലമ്മ വരൽ നിർബന്ധമാണോ?
അയ്യോ, അപ്പോ എന്റെ ഒന്ന് ക്ലാരിഫൈ തരണം ഉസ്താദ്. അൽ വന്നാൽ ലമ്മ് വരണം എന്നല്ല നിർബന്ധം. ആ രണ്ടടയാളം ഉണ്ടെങ്കിൽ ഒരടയാളം ഉപയോഗിക്കുക എന്നതാണ് വിഷയം. ഓ ശരി. തൻവീൻ ലൊമ്മ ഒരു ലൊമ്മാവും. ഓക്കെ, മനസ്സിലായി. ഇവിടെ എന്താണ്? ഇബ്നുൽ മുഅദ്ദിനി, മുഅദ്ദിനിന്റെ മകൻ. മകൻ. ആ ശരി, ഓക്കെ. ഇബ്നുൽ മുഅദ്ദിനി, അപ്പൊ മുഅദ്ദിനിന്റെ മകൻ. അപ്പൊ എന്ത് ചെയ്യണം? ഇളാഫത്ത് ചെയ്യുമ്പോ രണ്ടാമത്തെ നാമത്തിന് കസ് കൊടുക്കണം. طيب 6 تلك البطة التي تحت تلك البطة التي تحت الشجرة لبنت الفلاح. എന്ന് പറഞ്ഞ എന്റെ അർത്ഥം കൃഷിക്കാരന്റെ താറാവ്. മരത്തിന്റെ അടിയിലുള്ള താറാവ് കൃഷിക്കാരന്റെ മകളുടേതാണ്. മരത്തിന്റെ അടിയിലല്ല, മരത്തിന്റെ ചുവട്ടിൽ. സോറി, താഴെയാണ്. പക്ഷെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് അതിനൊരു ശരിയായ മീനിങ് പറയണല്ലോ. തഹ്ത ഷജറത്തി എന്ന് പറഞ്ഞാൽ മരത്തിന്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ വേരിന്റെ അടിയിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് മരത്തിന്റെ ചുവടെ എന്ന് പറയാം. താഴത്തേക്ക് അടിയിൽ നിന്ന് അർത്ഥമുണ്ട്. നിങ്ങൾ പറഞ്ഞതിൽ ഭാഷ പറയാൻ പറ്റില്ല. നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് ഒരു മീനിങ് ഫുൾ ആയിട്ട് പറയണം. طيب السابع البيت الجديد البيت الجديد الذي البيت الجديد الذي في ذلك الشارع للوزير. വസീർ ആരാണ്? മന്ത്രിയുടേതാണ് ആ പുതിയ വീട്. ശാരി, ആ റോഡിലുള്ളതായ ആ പുതിയ വീട് മന്ത്രിയുടേതാണ്. മന്ത്രിമാരെ ഒന്ന് ഉടനെ എന്ത് ചെയ്യും? മന്ത്രി ആയി കഴിഞ്ഞാൽ പുതിയ വീടുണ്ടാകും. അസാമിൻ അപ്പൊ എപ്പോഴും നമുക്ക് പറയാവുന്ന ഒരു സംഗതിയാണ് അദ്ദർസുല്ലദീ ബഅദ ഹാദ ദർസി. ഈ പാഠത്തിന് ശേഷമുള്ളതായ പാഠം സഹലുൻ ജിദ്ദൻ. മനസ്സിൽ എപ്പോഴും പ്രയാസം മാത്രമേ ഉള്ളൂ. മനസ്സിൽ പ്രയാസമുള്ളവർക്കെല്ലാം പ്രയാസമായിട്ടായിരിക്കും തോന്നുന്നു. വളരെ ഈസിയാണ്, എളുപ്പമെന്നാണ് പറഞ്ഞത്. സഹലുൻ ജിദ്ദൻ, വളരെ എളുപ്പമാണ്. അതായത് ഈ പാഠം കഴിഞ്ഞാൽ അടുത്ത പാഠം വളരെ എളുപ്പമായിരിക്കും. ഏത് പാഠം പഠിച്ചാലും ഈ പാഠം പഠിച്ചാൽ അടുത്ത പാഠം വളരെ എളുപ്പമായിരിക്കും. ഈ പാഠം കഴിഞ്ഞാൽ അടുത്ത പാഠം എളുപ്പമായിരിക്കും. ഈ പാഠം പഠിക്കണം. ഇതുവരെയുള്ള പാഠം പഠിച്ചാൽ അടുത്ത പാഠം എളുപ്പമായിരിക്കും. അതായത് 7ാമത്തെ പടി നിൽക്കുന്ന ആൾക്ക് 8ാമത്തെ പടിയിലെത്തുക ഒരു പ്രയാസമില്ല. അത് 2 പാഠം കഴിഞ്ഞിട്ട് നോക്കിയാൽ പ്രയാസം എടുത്തു. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ആ പാഠം അത് പ്രയാസമായിരിക്കും. ഈ പാഠം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത പാഠം എളുപ്പമായി. മനിൽ ഫതാത്തുല്ലത്തി ജലസത് അമാമൽ മുദർരിസത്തി. മനിൽ ഫതാത്തുല്ലത്തി. ഇപ്പൊ മനിയണ്ട, ഇവിടെ മനിൽ ഫതാത്തു നേരത്തെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ എഴുതി വെക്കാവുന്ന ഒരു സംഗതിയാണ്. ഇപ്പോഴല്ലല്ലോ നിങ്ങൾ നോട്ട് ചെയ്തത്, പിന്നീടല്ലേ. ഇവിടെ മനിൽ ഫതാത്തു, മൻ എന്താണ്? സുക്കൂനുള്ളതാണ്. അപ്പൊ സുക്കൂനുള്ള മന്നിന്റെ സുക്കൂൻ മാറ്റുന്നത് എങ്ങനെയാണ്? മിന്നിന്റെ സുക്കൂൻ മാറ്റുന്നത് എങ്ങനെയാണ്? ഫതഹ കൊടുത്തിട്ട്. മന്നിന്റെ സുക്കൂൻ മാറ്റുന്നത് കസ്ർ കൊടുത്തിട്ട്. മനിൽ ഫതാത്തു, മനിൽ ഫതാത്തുല്ലതി ജലസത് അമാമൽ മുദർരിസതി. അപ്പോ അധ്യാപികയുടെ മുന്നിൽ ഇരുന്ന ആ യുവതി ആരാണ്? മലേഷ്യ അല്ല, മാലീസിയ. അതായത് നമ്മള് ഇംഗ്ലീഷ് അറബിയിൽ എഴുതുമ്പോ ഫത്തഹാണോ കസ്റാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അറിയാൻ പറ്റില്ല. ഫത്തഹം കസ്ർ ഇടാൻ അനിവാര്യമല്ല. ഫത്തഹം കസ്ർ ഇടാതെ തന്നെ നമുക്ക് വായിക്കാൻ പറ്റില്ല. അപ്പൊ മീമിന് ശേഷം അലിഫിട്ട് കഴിഞ്ഞാൽ എന്തായാലും അവിടെ ഫത്തഹാണെന്ന് മായാണെന്ന് അറിയാൻ പറ്റും. അതേപോലെ മലേഷ്യ
ലാമിന് കസറിട്ടാണ് വായിക്കേണ്ടത് എന്ന് ശേഷം യാ ഇട്ടാല് ലാമിന് കസറിട്ടാണ് വായിക്കേണ്ടതെന്ന് അറിയാൻ പറ്റും. അതാണ് അനറബി പദങ്ങൾ നിങ്ങളുടെ പേര് ഇംഗ്ലീഷിലേക്ക് അറബിയിലേക്ക് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ അവിടെ ഡബിൾ ഇ ഇടേണ്ടടുത്ത് പിന്നെ എന്താ നീട്ടി പറയേണ്ടടുത്ത് കസറിട്ടായിരിക്കും പറയാം. കസറിട്ടിട്ട് യാ ഇട്ടായിരിക്കും പറയാം. അത് നോക്കിയാൽ മതി. അറബി പിന്നെ എക്സാമിലോ അല്ലെങ്കിൽ അതുപോലെ ഡോക്യുമെന്റിലൊക്കെ എഴുതുമ്പോഴത്തേക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥലപ്പേര് അല്ലെങ്കിൽ കുടുംബപ്പേരൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിലായിരിക്കും വരിക. അറബി വാക്കുകൾ അവർക്ക് എഴുതുമ്പോൾ അറബി വാക്കുകൾ അറിയാമല്ലോ, നജൂം എന്നും അതേപോലെ അബ്ദുൽ വാഹിദ് എന്നൊക്കെ എഴുതുമ്പോഴത്തേക്ക് എന്റെ പേര് അബ്ദുൽ വാഹിദ് എന്നുള്ളിടത്ത് വാഹിദ് WHAID ഇട്ടപ്പോഴത്തേക്ക് അവരെന്താ വയ്ക്കുക, വഹീദ് എന്നാണ് എഴുതുന്നത്. അബ്ദുൽ വഹീദ് എന്ന് എഴുതുക. ആയിട്ട് വാഹിദിന് അവര് സാധാരണ എഴുതുക. അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ വാഹിദ് ആണെങ്കിൽ H കഴിഞ്ഞിട്ട് ED ആയിരിക്കും എഴുതുക. 9 മനിൽ ഫത്താത്തു അൽ ആശിറ تلك الحقيبة التي تحت المكتب لك يا خالد. خالد لك تلك الحقيبة التي. അപ്പൊ ഹക്കീബത്ത് വന്നുകൊണ്ട് അല്ലത്തി പറഞ്ഞു. അതിന്റെ ഉത്തരം എന്താ? ലാ هي لصديقي محمد. لصديقي മുഹമ്മദിൻ. അപ്പൊ മുഹമ്മദ് എന്ന് പേരുള്ളതായ എന്റെ സുഹൃത്തിൻ്റെതാണ്. അപ്പൊ എന്ന് പേരുള്ളതായ എന്നെങ്ങനെ കിട്ടി? ലി സ്വദീഖി. ലി വന്നപ്പോ സ്വദീഖിന് കസ്ർ കൊടുത്തു. അപ്പൊ സ്വദീഖിന് കസ്റുള്ളതാണ്. അപ്പോ ആ സ്വദീഖിന്റെ പകരം വന്ന വാക്കിന് കസ്റാണ് വരിക. അതുകൊണ്ടാണ് മുഹമ്മദിന് കസ്ർ വന്നത്. ലി സ്വദീഖി. സ്വദീഖിന് കസ്ർ വന്നപ്പോ സ്വദീഖിന് ശേഷം വന്നതിന് കസ്ർ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും? അത് അതിന്റെ മാച്ചിങ് ആണ്. അതുമായി ബന്ധപ്പെട്ട സ്വദീഖിന് പകരം വന്നതാണ് മുഹമ്മദ്. അതായത് മുഹമ്മദ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുഹമ്മദ് എന്ന് പേരുള്ളതായ എന്റെ സുഹൃത്തിൻ്റെതാണ്. സദീഖ് എന്നാണ് കൂട്ടുകാരന് ഉപയോഗിക്കുന്ന വാക്ക്. ജമീൽ വരുമ്പോ കൂട്ടുകാരൻ എന്ന് സുഹൃത്തിനെന്ന് ലിറ്റററി മീനിങ്ങിൽ ഉപയോഗിക്കും. പക്ഷേ കോമൺ യൂസേജിൽ ഇവിടെ നമ്മുടെ പാഠപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം കൊളീഗ് അല്ലെങ്കിൽ ക്ലാസ്മേറ്റ് എന്ന അർത്ഥത്തിലാണ്. അൽ കലിമാത്തുൽ ജദീദത്തുല്ലതി തഅല്ലംന. നാം പഠിച്ച ഒരു സംശയം. ഈ നാലാമത്തെ എക്സർസൈസ് അൽ കൽബു ലദി ഫിൽ ഹദീഖത്തി മരീലുന്ന വരുന്ന മരീലുന്നല്ലേ വേണ്ടത്? എന്താ വരേണ്ടത്? മരീലുന്നല്ലേ? അതായത് ലമ്മാണ് അടിസ്ഥാനപരമായി വേണ്ടത്. കെസ്ർ വരണമെങ്കിൽ അതിന്റെ കാരണം വേണം. ഫത്തഹ് വരണമെങ്കിലും അതിന്റെ കാരണം വേണം. ഇതാണ് ഞാൻ ആദ്യമായി പറഞ്ഞു കൊടുക്കുന്ന പോയിന്റ്. എളുപ്പവഴി എന്താ? ലമ്മാണ് ഒരു നാമത്തിന്റെ അവസാനത്തെ അടയാളം. ലമ്മ് തൻവീനാണെന്ന് പറഞ്ഞോ. ലമ്മ് തൻവീൻ. അപ്പൊ തൻവീൻ മാറണമെങ്കിൽ അതിന്റെ കാരണം വേണം. അതേപോലെ ലമ്മ് മാറണമെങ്കിലും അതിന്റെ കാരണം വേണം. അപ്പൊ മരിയമുൻ. ഓക്കെ, മരിയമുൻ. എന്തുകൊണ്ട് കസ്ർ വന്നു? കസ്ർ വരാനുള്ള കാരണം ഒന്നും വന്നില്ല. കസ്ർ വരുന്ന പദങ്ങൾ വന്നില്ല. ഇളാഫത്ത് ചെയ്യാനുള്ള ഇത് വന്നില്ല. അതേപോലെ തൻവീൻ പോകാൻ വേണ്ടി അൽ വന്നില്ല. ഒന്നുകിൽ അൽ വരണം, തൻവീൻ വരണമെങ്കിൽ അൽ വരണം. അല്ലെങ്കിൽ മറ്റൊരു നാമത്തിലേക്ക് ചേർക്കുമ്പോൾ ഒന്നാമത്തെ തൻവീൻ പോകും. ഓക്കെ. ഇവിടെ പറഞ്ഞില്ലേ ബിൻതിൽ ഫല്ലാഹ് എന്ന് പറഞ്ഞില്ലേ? ലി ബിൻതിൽ ഫല്ലാഹ്. അപ്പൊ ബിൻതിൽ എന്തുകൊണ്ട് തൻവീൻ പോയി? ബിൻതുൻ എന്നായിരുന്നുണ്ടായിരുന്നത്. ലി വന്നതുകൊണ്ട് ബിൻതി എന്നായി, ബിൻതിൻ എന്നായി. ഫല്ലാഹിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോൾ ബിൻതിന്റെ തൻവീൻ പോയി. അപ്പോൾ പിന്നെ ഒരു കസ്രേ ഉള്ളൂ. ഓക്കെ. ബിൻതുൻ. ലി അധികം ബിൻതുൻ. അപ്പോ ലി ബിൻതിൻ എന്നാണ് വരിക. പിന്നെ ബിന്തിനെ ഫല്ലാഹിലേക്ക് ചേർത്തപ്പോൾ ഒരു കസ്ർ പോയി. ബിൻതിൽ ഫല്ലാഹി. ഏത് വാക്കും എങ്ങനെ വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകും. കലിമാത്തുൽ ജദീദ എന്താണ്?
അമ്മിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ അഹുൽ അബ്, അബി ഉപ്പാന്റെ സഹോദരൻ. അമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒഹ്ത്. ഒഹ്തുൽ പണ്ട് അബി, ഉപ്പാന്റെ സഹോദരി. ഉപ്പ അതേപോലെ അഹ്ലു അഹുൽ ഖാൽ എന്ന് ഉമ്മി പറഞ്ഞാൽ അഹുൽ ഉമ്മ. ഖാൽ എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ സഹോദരി. ഉമ്മയുടെ സഹോദരി ഖാലത്ത് എന്ന് പറഞ്ഞാൽ സഹോദരി. ഒഹ്തുൽ ഉമ്മി, ഉമ്മാന്റെ സഹോദരി. അതൊക്കെ ഖുറാനിലുള്ള വാക്കാണ്. സയ്യിദി എന്താണ്? സയ്യിദ് മാഡം സയ്യിദി, സാർ മൈസർ എന്നാണ് സയ്യിദി. സയ്യിദി എന്നാണ് അറബിയിൽ ഉപയോഗം. പക്ഷെ ഇംഗ്ലീഷിലും മറ്റു ലാംഗ്വേജിലും നമ്മൾ ആ രീതിയിലുള്ള ഉപയോഗിക്കുന്നത്. യാ സയ്യിദി എന്ന് ചേർത്ത് എന്റെ സർ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ മിസ്റ്റർ എന്ന അർത്ഥത്തിൽ വരും സയ്യിദി. അതിന്റെ സ്ത്രീലിംഗമാണ് സയ്യിദത്തുൻ. മുസ്തഷ്ഫ, മുസ്തഷ്ഫ വിലാദത്തി, മെറ്റേണിറ്റി ഹോസ്പിറ്റൽ. മെറ്റേണിറ്റി ഹോസ്പിറ്റൽ. മലയാളത്തിൽ പറഞ്ഞാൽ പ്രസവത്തിന്റെ ഹോസ്പിറ്റൽ എന്നാണ്. ഇവിടെ ഖിലാഫത്താണ് എഴുതിയിരിക്കുന്നത്. മുസ്തഷ്ഫൽ വിലാദത്തി, പ്രസവത്തിന്റെ ഹോസ്പിറ്റൽ. അതാണ് പ്രസവ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. 13ാമത്തെ പാഠത്തിലേക്ക് പോവാ. 13ാമത്തെ പാഠം നമ്മൾ വായിക്കുന്നെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് സാവധാനത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പിന്നീട് ഇടയ്ക്ക് ബ്രേക്ക് ചെയ്ത് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ക്ലാസ് പഠിക്കാന്ന് പറയാൻ പറ്റില്ല. ഓക്കെ ആണോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ? ഒരു ഡൗട്ട് ഉണ്ട് ഉസ്താദെ. എന്തായിരുന്നു? അതായത് നേരത്തെ ഒന്നിടാം, അതിന്റെ തൊട്ട് മുന്നുള്ളത് നമ്പർ പറയും. തന്നെ പറഞ്ഞോ, ഡൗട്ട് പറയൂ. ഒന്നുകൂടി സ്ക്രോൾ ചെയ്യാം. ആ ഇലാഫത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ചോദിച്ചത്. ഇലാഫത്തായിട്ട് പ്ലീസ് നിങ്ങൾ ഇലാഫത്ത് നേരത്തെ പഠിച്ചിട്ടുണ്ടോ? അഞ്ചാമത്തെ മുഅദ്ദിന് എന്തുകൊണ്ട് അവിടെ കസ്ർ വന്നു? ഇബിനിനെ മുഅദ്ദിനിലേക്ക് ഇലാഫത്ത് ചെയ്യുന്നു. അതായത് ഇബിനിനെ എന്ത് ചെയ്യുന്നു? റിലേഷൻഷിപ്പ് കൊടുക്കുകയാണ് മുഅദ്ദിനിലേക്ക്. അപ്പൊ റിലേഷൻഷിപ്പ് കൊടുക്കുമ്പോ എന്ത് ചെയ്യണം? ആരുടെ എന്ന് പറയുന്നിടത്ത് കസ്ർ കൊടുക്കണം. നേരത്തെ ഒരു പാഠത്തിൽ നന്നായിട്ട് പഠിപ്പിച്ചതാണ്. മനസ്സിലായി. ഇലാഫത്തിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോയും ഈ പാഠത്തിന്റെ വീഡിയോ ഉണ്ട്. അതേപോലെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇലാഫത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പാഠമുണ്ട്. അണ്ടർസ്റ്റാൻഡ് ഖുറാനിലെ വീഡിയോ എടുത്ത് ഇതിനകത്ത് ഇട്ടിരുന്നു. നമ്മൾ ഇതന്നെ തംലീൻ ചെയ്തിട്ടുണ്ട്. കലമു മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞു. അതെ, തംലീനൊക്കെ ചെയ്തിട്ടുണ്ട്. പാഠം 13 നമ്മൾ ബഹുവചനത്തിലേക്ക് പോവുകയാണ്. പ്ലൂറൽസ് കേട്ടാ. പ്ലൂറൽസ് എന്ന് പറയുമ്പോൾ 2 തരം പ്ലൂറൽസ് ഉണ്ട്. 2 types ഓഫ് പ്ലൂറൽസ്. ഒന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എസ് ചേർത്ത് ബഹുവചനം ഉണ്ടാക്കും. അപ്പോ എസ് ചേർത്ത് ബഹുവചനം ഉണ്ടാക്കുന്നതിന് പകരം അറബിയിലാണെങ്കിൽ ഊന ചേർത്താണ് ബഹുവചനം ഉണ്ടാക്കുന്നത്. ഊന ചേർത്ത്. ഓക്കെ. അതേപോലെ നമ്മൾ നേരത്തെ ഹാദ പറഞ്ഞു, ഹാദിഹി പറഞ്ഞു. അതിന്റെ പ്ലൂറൽ എന്താണ്? അതൊക്കെയാണ് ഇതിൽ പറയുന്നത് പ്രധാനമായിട്ട്. നമ്മൾ നേരത്തെ ദഹബ എന്ന് ഒരാളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഒരുപാട് പേര് പോയാൽ എന്ത് പറയും? ഇതാണ് ഇതിൽ രണ്ട് ഭാഗമുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗത്തിൽ വെയിറ്റ്. നമ്മൾ ചോറ് വിളമ്പാൻ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ നേരത്തെ ചോറ് ഇടരുത്. നമ്മൾ ആദ്യം പപ്പടം തരും, പിന്നെ അവിയൽ തരും, തോരൻ തരും, അച്ചാർ തരും, എല്ലാം തന്നിട്ട് വന്ന ആൾ അങ്ങ് പോകും. പിന്നെ അടുത്ത ആൾ വന്നിട്ടാണ് ചോറ് വിളമ്പുക. അതുവരെ വെയിറ്റ് ചെയ്യണം. ചോറ് വിളമ്പിയിട്ട് ആണെങ്കിൽ എല്ലാം ചോറ് വിളമ്പിയാൽ അങ്ങ് പോകും. അടുത്ത ആള് സാമ്പാർ കൊണ്ട് ചോറ് കഴിഞ്ഞിട്ട് അടുത്ത ആളാ വിളമ്പുന്നത്.
ചോറിട്ട ശേഷം ആദ്യം എന്താ വിളമ്പുന്നത്? സാമ്പാറായിരിക്കും. പിന്നെ സാമ്പാറല്ല, സാമ്പാർ. ആദ്യം പരിപ്പാണ് ഒഴിക്കേണ്ടത്. അതായത് ആദ്യം പപ്പടം ആദ്യം കൊണ്ട് വയ്ക്കും. പപ്പടം ചോറിന്റെ കൂടെ എന്താണ് ആദ്യം പപ്പടം എടുത്ത് ഒരു അടി എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് പരിപ്പ് ഒഴിക്കുന്നത്. ഇപ്പൊ പിന്നെ റെസ്റ്റോറൻറ്റിൽ അങ്ങനെ ഒരു കണക്കൊന്നും കഴിയൊന്നുമില്ല. അതുകൊണ്ട് അവരെവിടെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? പയറിന് വില കൂടുതലായതുകൊണ്ട് സാമ്പാറാകുമ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട്, ചാറ് കൊടുത്താൽ അപ്പൊ ആ കണക്കാക്കി പോയി. യഥാർത്ഥത്തില് ഊണ് വിളമ്പുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത് പരിപ്പുണ്ടോ എന്ന് ചോദിക്കും. എനിക്ക് നിങ്ങൾക്ക് ഊണിനെ കുറിച്ച് അറിയാവുന്ന ഒരു ധാരണ അവർക്കുണ്ടാവും. അവര് പരിപ്പില്ല എന്ന് പറയും. ഇപ്പൊ പിന്നെ പരിപ്പിന് പകരം പരിപ്പിന്റെ നിറത്തില് എന്ത് ചെയ്യും? മോരുകറി കൊണ്ടുവരും. അതല്ല ശരിക്കും പരിപ്പാണ് പരിപ്പ്. എനിവേ, അപ്പൊ അതിനൊരു ക്രമമുണ്ട്. ഞാനത് ഈ പറഞ്ഞു വെച്ച ഉടനെ നിങ്ങൾ ചാടിക്കയറി പറയാം. ഞാൻ എന്തുകൊണ്ടാണ് പറയാതിരിക്കുന്നത് എനിക്കൊരു ഐഡിയ ഉണ്ട്. ആ ഐഡിയയിലാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൻ ഹഉലാഇൽ ഫിത്യത്തു, മൻ ഹഉലാഇൽ ഫിത്യത്തു. അപ്പൊ നമ്മൾ നേരത്തെ ഫത്തന്റെ ബഹുവചനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫത്തന്റെ ബഹുവചനം ഫിത്യത്ത്, ഇന്നഹും ഫിത്യത്ത്. അൽ ഫിത്യത്തു മൻ ഹഉലാഇ. ഹാദയുടെ ബഹുവചനമാണ് ഹഉലാഇ. ഹാദയുടെ ബഹുവചനം ഹഉലാഇ. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ഇനി വരുമത്. ആദിഹിയുടെ ബഹുവചനവും ഹഉലാഇ തന്നെയാണ്. ഹാദായിരുന്നാലും ഹാദിഹി ആയിരുന്നാലും ബഹുവചനം ഒന്നാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബഹുവചനം ഒന്നാണ്. ഹഉലാഇ, ഇവർ. മൻ ഹഉലാഇൽ ഫിത്യത്തു. അപ്പൊ ഹഉലാഇൽ ഫിത്യത്തു, ഈ ഫിത്യത്ത് യുവാക്കൾ ആരാണ്? അപ്പൊ ഫിത്യത്ത് വന്നപ്പോൾ അത്തിവാലു എന്നാണ് പറഞ്ഞത്. തിവാല്. അപ്പൊ നേരത്തെ തബീലുൻ എന്ന് പറഞ്ഞു. തബീലുൻ പൊക്കമുള്ളയാള് അല്ലെങ്കിൽ നീളമുള്ളത്. പൊക്കമുള്ളത് അല്ലെങ്കിൽ നീളമുള്ളത്. തവീലിന്റെ ബഹുവചനമാണ് തിവാലുൻ. തവീലുൻ തിവാലുൻ. തവീലുൻ തിവാലുൻ. അൽ ഫിത്യത്തു തിവാലു. പൊക്കമുള്ളവരായ ഈ ഫിത്യത്ത് ആരാണ്? മക്കൾ ആരാണ്? അലി, അലി. ഹും തുല്ലാബുൻ ജുദുദ്. അപ്പൊ നമ്മൾ നേരത്തെ ഹുവയും ഹിയയുമാണ് പഠിച്ചത്. ഇപ്പോഴെന്ത് പഠിച്ചു? ഹോം പഠിക്കുന്നു. ഹും ജുദുദ്, തുല്ലാബുൻ ജുദുദ്. ഇപ്പൊ രണ്ടാമതൊരു പ്ലൂറൽ പറഞ്ഞു. അവിടെ തുല്ലാബുൻ എന്നാണ്. താലിബുൻ തുല്ലാബുൻ, താലിബുൻ തുല്ലാബുൻ. അപ്പൊ തവീലുൻ എന്നതിന്റെ പ്ലൂറലാണ് തിവാലുൻ. അപ്പൊ ഇത് അപ്പൊ തവീലുൻ എന്നതിന് വാവ് യാ ലാമാണ് ഉള്ളത്. അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? തിവാലുൻ എന്ന വേറൊരു ഫോമാണ്, ഒരു പദമാണ് എന്ത് അതിന്റെ ബഹുവചനം. അതിന് പറയുന്ന പേരാണ് ഇംഗ്ലീഷിൽ ബ്രോക്കൺ പ്ലൂറൽ എന്ന് പറയും. അറബി പേര് ഞാൻ ഇപ്പൊ പറയുന്നില്ല, അതിന് എക്സസൈസിൽ വരുമ്പോൾ നമുക്ക് പറയാം. ബ്രോക്കൺ പ്ലൂറൽ എന്നാണ്. അതായത് അതിനെ സിംഗുലറിനെ കട്ട് ചെയ്തിട്ടാണ്, ബ്രേക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്ലൂറൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിനെ ബ്രോക്കൺ പ്ലൂറൽ എന്നാണ് പറയുന്നത്. അതേപോലെ നേരത്തെ താലിബുൻ നമ്മൾ പഠിച്ചു. താലിബുൻ, അലിഫ് ലാമ് ബ ഉണ്ടായിരുന്നു. താലിബ്. അതിനെ മാറ്റിയിട്ട് അതിനെ ആഴ്ച കാലത്തിൽ എന്ത് ചെയ്താണ്? തുല്ലാബ് ഉണ്ടാക്കിയത്. താലിബുൻ തുല്ലാബുൻ. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും, ഇങ്ങനെ അറബി ഭാഷയ്ക്ക് ഇങ്ങനെ ഒരു എന്താണ് പ്ലൂറൽ അങ്ങനെ ഒരു ഓർഡർ ഇല്ലാത്തതാണോ എന്നൊരിക്കലും വിചാരിക്കേണ്ട. ഇംഗ്ലീഷിൽ നമുക്കില്ല. ഇംഗ്ലീഷിൽ നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത ഓർഡർ അറബിയിൽ കണ്ടെത്താൻ പറ്റും. അറബിയിൽ എന്താണ് ഓർഡർ ഉണ്ട്. അതായത് തിവാലുൻ എന്ന് പറയുന്നത് ഒരു ഘടനയാണ്, ഒരു പാറ്റേൺ ആണ്. അപ്പൊ ഇതുപോലത്തെ പാറ്റേൺ നമ്മൾ അങ്ങോട്ട് പഠിച്ചു പോകുമ്പോൾ ഇതേ പാറ്റേണിൽ ഇനിയും പ്ലൂറൽ വരും. അതേപോലെ താലിബിൻ എന്ന പേരിന്റെ ബഹുവചനം തുല്ലാബുൻ. ഇപ്പൊ പ്ലൂറലുകൾക്ക് ഒരു പാറ്റേൺ ഉണ്ട്. ഇതിപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴല്ല, നോട്ട് എഴുതുമ്പോൾ നിങ്ങൾ എഴുതി വെക്കണം. ബ്രോക്കൺ പ്ലൂറൽ ആണെങ്കിൽ പോലും അത് ബ്രോക്കൺ പ്ലൂറൽ എന്നാൽ അത് വിഘടിത ബഹുവചനം അല്ലെങ്കിൽ ഏകവചനത്തെ കട്ട് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് പ്ലൂറൽ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും പ്ലൂറലുകൾക്ക് ഒരു ഘടനയുണ്ട്, പാറ്റേൺ ഉണ്ട്. അത് നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പൊ ഹും തുല്ലാബുൻ ജുദുദുൻ. അപ്പൊ ഹും തുല്ലാബുൻ. അപ്പൊ ഹുവ തുല്ലാബ് എന്ന് പറയാൻ പറ്റില്ല. ഹുവ തുല്ലാബ് എന്ന് പറയാൻ പറ്റില്ല. ഹും തുല്ലാബുൻ ജുദുദുൻ. അപ്പൊ ഹും തുല്ലാബുൻ ജുദുദുൻ. അപ്പൊ ഹും തുല്ലാബുൻ ജുദുദുൻ. അപ്പൊ ഹും തുല്ലാബുൻ ജുദുദുൻ. അപ്പൊ ഹും തുല്ലാബുൻ. അപ്പൊ ഹുവ തുല്ലാബ് എന്ന് പറയാൻ പറ്റില്ല.
തുല്ലാബ് ബഹുവചനമായതുകൊണ്ട് ഹും എന്ന് പറയണം. അപ്പൊ ഹും തുല്ലാബുൻ ജുദുദുൻ, ജദീദിന്റെ ബഹുവചനമാണ് ജുദുദ്. അപ്പൊ തുല്ലാബ് ബഹുവചനമായതുകൊണ്ട് അതിന്റെ വിശേഷണമായ ജുദുദ് വേണം, ബഹുവചനമായിരിക്കണം. നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു, വിശേഷിപ്പിക്കുന്ന വസ്തു ഏകവചനമാണെങ്കിൽ വിശേഷണവും ഏകവചനമായിരിക്കും, വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തു ബഹുവചനമാണെങ്കിൽ വിശേഷണവും ബഹുവചനമായിരിക്കും. ഹും തുല്ലാബുൻ, അവർ സ്റ്റുഡൻസ് ആണ്, ജുദുദുൻ പുതിയവരായ. മിൻ ഐന ഹും, മിൻ ഐന ഹും നേരത്തെ നമ്മൾ പഠിച്ചു മിൻ ഐന ഹുവ അല്ലെങ്കിൽ മിൻ ഐന അൻത എന്നൊക്കെ പറഞ്ഞു. മിൻ ഐന ഹുവ എന്ന് പറഞ്ഞു. ഇവിടെ എന്താ? മിൻ ഐന ഹും, അവർ എവിടെ നിന്നാണ്? വേർ ആർ ദേ ഫ്രം? ഹും മിൻ അമേരിക്ക, ഹും മിൻ അമേരിക്ക, അവർ അമേരിക്ക എന്നുള്ളവരാണ്. അഹും സുമലാഉക, നേരത്തെ പറഞ്ഞു ജമീലുൻ, ജമീലിന്റെ ബഹുവചനമാണ് സുമലാഉ, ജമീലുൻ സുമലാഉ. അപ്പൊ സുമലാഇന് ഒരു ലമ്മേ ഉള്ളൂ അവസാനം. അപ്പൊ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഇതിന്റെ ബഹുവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ബഹുവചനം വരുമ്പോൾ അതിന് ഒരു ലമ്മ ഉള്ളതിനെ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് പഠിക്കണം. ജമീലുൻ സുമലാഉ, ജമീലുൻ സുമലാഉ, ജമീലുൻ സുമലാഉ. ഇത് ഈ ബ്രോക്കൺ പ്ലൂറൽസ് എങ്ങനെ പഠിക്കുമെന്ന് വെച്ചാൽ ഇത് പല പ്രാവശ്യം പറഞ്ഞു പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. റിപ്പീറ്റേഷൻ ഹാബിറ്റ് ആവും, ഹാബിറ്റ് റിപ്പീറ്റേഷൻ എന്താവും, ശീലമാവും, ശീലം എന്താവും, ഹാബിറ്റായി മാറും. ജമീലുൻ സുമലാഉ. അഹും സുമലാഉക, ആർ ദേ യുവർ ക്ലാസ്മേറ്റ്സ്? നഅം ഹും സുമലാഇ, അതെ അവർ എന്റെ ക്ലാസ്മേറ്റ്സ് ആണ്. ഹും ഫി ഫസ്ലി, അവർ എന്റെ ക്ലാസ്സിലാണ്. ഹും ഫി ഫസ്ലി, ഫസ്ലുൻ ക്ലാസ്, ഫസ്ലി എന്റെ ക്ലാസ്, ഫി ഫസ്ലി എന്റെ ക്ലാസ്സിലാണ്. അഹും മുജ്തഹിദൂന, അപ്പൊ ഊനയുള്ള പ്ലൂറൽ എന്ത് ചെയ്യുക? മാറ്റി വെക്കുക. അഹും മുജ്തഹിദൂന, നേരത്തെ നമ്മൾ മുജ്തഹിദുൻ പഠിച്ചായിരുന്നു. താലിബുൻ മുജ്തഹിദ് എന്ന് പറഞ്ഞു. മുജ്തഹിദിന്റെ പ്ലൂറലാണ് മുജ്തഹിദൂന. അപ്പൊ ഊനയുള്ള പ്ലൂറൽ എന്ന് പറഞ്ഞാൽ അതെന്താണ്? കോമൺ സ്റ്റാൻഡേർഡ് പ്ലൂറൽ, നോർമൽ പ്ലൂറലാണ്, സാധാരണ ബഹുവചനം. അപ്പൊ സാധാരണഗതിയിൽ ബഹുവചനം ഉണ്ടാക്കാൻ എന്ത് ചേർക്കും? ഊന ചേർക്കും. അഹും മുജ്തഹിദൂന, നഅം ഹും മുജ്തഹിദൂന. മുജ്തഹിദിന് വേറെ അർത്ഥമുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞ ക്ലാസ്സിൽ സാധാരണഗതിയിൽ പറയുമ്പോൾ മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിംഗ് എന്ന്. അപ്പൊ മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ഇജ്തിഹാദ് ചെയ്യുന്ന ആള്. ഇജ്തിഹാദ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ ഗവേഷകൻ, ഗവേഷണം നടത്തുന്ന ആള്, ഗവേഷകൻ എന്ന് പറയും, മുജ്തഹിദ് എന്ന് പറയും. നഅം ഹും മുജ്തഹിദൂൻ, yes they are hard working. മാ അസ്മാഉഹും, നേരത്തെ ചോദിച്ചു മസ്മുഹു എന്ന് ചോദിച്ചു, വാട്ട് ഈസ് ഹിസ് നെയിം? ഇവിടെ നമ്മൾ പറയുന്നു മാ അസ്മാഉഹും, വാട്ട് ആർ their names? അസ്മാഉഹും, അവരുടെ പേരുകൾ. മാ അസ്മാഉഹും. അപ്പൊ ഇസ്മുൻ അസ്മാഉൻ, ഇസ്മുൻ അസ്മാഉൻ, ഇസ്മുൻ അസ്മാഉൻ. അപ്പൊ ഇസ്മിന്റെ ബഹുവചനമാണ് അസ്മാഉൻ. അസ്മാഉഹും യാസിറുൻ സക്കരിയ വമൂസ വഅബ്ദുല്ലാഹി. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പേരുകളാണ്. ഈ പേരുകൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് എടുത്ത് എഴുതി നമ്മൾ പഠിക്കണം. എന്താണെന്ന് വെച്ചാൽ യാസിറുൻ അവസാനം ലമ്മ തൻവീൻ ഉള്ളതാണ്. യാസിറുൻ, അവിടെ യാസിറുൻ ലമ്മ തൻവീനുള്ള പേരാണ്. സക്കരിയ, അവിടെ അവസാനം അലീഫുള്ള അക്ഷരമാണ് സക്കരിയ. അവിടെ സക്കരിയ എന്ന് 2 ഹർക്കത്ത് നീട്ടിയാണ് പറയുന്നത്, സക്കരിയ അത്രേ ഉള്ളൂ, ലമ്മൊന്നുമില്ല അവസാനം. മൂസ അവസാനം അലിഫാണ്, പക്ഷെ യാന്റെ ഷേപ്പിലാണ് എഴുതുക, മൂസ. അബ്ദുല്ലാഹി, അബ്ദുല്ലാഹിയുടെ അബ്ദിന് 2 ലമ്മില്ല, കാരണം അബ്ദിനെ അള്ളയിലേക്ക് ഇലാഫത്ത് ചെയ്തു, അള്ളാഹ് എന്ന നാമത്തിലേക്ക് ഇലാഫത്ത് ചെയ്തു. അതോ ലമ്മത്തിന്റെ തൻവീനിന്റെ ഒരു ലമ്മങ്ങ് പോയി, അബ്ദുല്ലാഹി. അപ്പൊ എന്താണ്? അത് ഇലാഫത്ത് ചെയ്യപ്പെട്ട നാമമായതുകൊണ്ട് ഒന്നാമത്തേന് ലമ്മ തൻവീനില്ല. അപ്പൊ ഇതൊക്കെ ആ ഘടനയിലൊക്കെ പേര് വരും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. യാസിറുൻ സക്കരിയ വമൂസ വഅബ്ദുല്ലാഹി. വമൻ ഹഉലാഇ റിജാലുൽ ഖിസാറു, ഖിസാറു ഖസീറുൻ ഷോർട്ട് ഓർ ഡാർഫ്, ഖസീറുൻ പൊക്കം കുറഞ്ഞാണ്,
കസീറുൻ. ടാളിന്റെ ഓപ്പോസിറ്റ് ഡാർഫ്. കസീറിന്റെ ബഹുജനമാണ് ഖിസാറുൻ. കസീറുൻ ഖിസാറുൻ. നേരത്തെ നമ്മൾ തവീലിന്റെ ബഹുജനം എന്താ പറഞ്ഞത്? തവീലിന്റെ ബഹുജനം തിവാലുൻ. അന്നേരം ഞാൻ പറഞ്ഞു ഇതൊരു പാറ്റേൺ ആണ്, ഇതേ രീതിയിൽ ഇനിയും ബഹുജനം വരും. അപ്പൊ തിവാലുൻ പോലെയുള്ള ബഹുജനമാണ് ഖിസാറുൻ. അപ്പൊ കുറെ നാൾ നമ്മൾ ഇങ്ങനെ ഈ പാറ്റേണുകൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് ഈ പാറ്റേണിന് പുറത്തുള്ള ഒരു വാക്ക് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ദിസ് ഈസ് നോട്ട് ആൻ അറബിക് വേർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊരു അറബി വാക്കല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ഭാഷയുമായിട്ട് നമ്മൾ താതാൻപ്പെട്ട് വരുമ്പോൾ. അതേസമയത്ത് ഇംഗ്ലീഷ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് ഇംഗ്ലീഷ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. അപ്പൊ അതേപോലെ ഇങ്ങനെ ഒരു ബഹുജനം ഉണ്ടോ, ഇങ്ങനെ ഒരു ബഹുജനം പഠിച്ചാൽ ആ ഫോം എല്ലാം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊരു പാറ്റേൺ ആണ്, ആ പാറ്റേണിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ബഹുജനം ഉണ്ട്. തിവാലുൻ ഖിസാറുൻ. അപ്പൊ തവീലിന്റെ ബഹുജനം തിവാലുൻ പോലെ തന്നെ കസീറിന്റെ ബഹുജനം ഖിസാറുൻ. അപ്പൊ മൻ ഹഉലായി റിജാലുൽ ഖിസാറു, ഈ ഡാർഫ് ആയിട്ടുള്ള കുറിയവരായിട്ടുള്ള റിജാൽ ആരൊക്കെയാണ്? അപ്പൊ ഹഉലായി ഈ പുരുഷന്മാർ, ഹഉലായി റിജാലു ഹും ഹുജ്ജാജുൻ, അവരെന്താണ്? ഹുജ്ജാജാണ്. ഹുജ്ജാജ് എന്ന് പറഞ്ഞാൽ ഹാജിന്റെ ബഹുജനമാണ് ഹുജ്ജാജ്. ഹജ്ജ് ചെയ്യുന്ന ആളുടെ ഏകവചനം എന്താണ്? ഹാജി അല്ല, ഹാജുൻ. ഹാജുൻ. അപ്പൊ പറയാൻ ഇച്ചിരി പാടുണ്ട്, അത് ചെയ്യാൻ ഇച്ചിരി പാടുള്ളത് പോലെ പറയാൻ ഇച്ചിരി പാടുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഹാജി ഹാജി. അപ്പൊ പറയാൻ എളുപ്പമുണ്ട്, പേരിടാനും എളുപ്പമുണ്ട്, പറയാൻ എളുപ്പമുണ്ട്. അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാവുന്ന സംഭവമല്ല ഹജ്ജ്. ഹാജുൻ. ഹജ്ജ് എന്ന് പറയുമ്പോ തന്നെ ദീർഘത്തിന് ചെയ്യണം, പിന്നെ ശ്രദ്ധ വന്നാൽ എന്ത് ചെയ്യണം? 6 ഹർക്കം നീട്ടി വേണ്ടി പറയണം. അതുഹാജൂനന എന്ന് പറഞ്ഞില്ലേ? അതുഹാജൂനന ബില്ലാഹി. അപ്പൊ അവിടെ നീട്ടി പറയേണ്ടതാണ്. അപ്പൊ ഹാജുൻ, ഹാജുൻ തീർത്ഥാടകൻ, ഹുജ്ജാജുൻ തീർത്ഥാടകർ. ഹും ഹുജ്ജാജുൻ, അവരെന്താണ്? തീർത്ഥാടകരാണ്. മിൻ ഐന ഹും, മിൻ ഐന ഹും, അവരെവിടെ നിന്നാണ്? ബഅ്ളുഹും മിനസ്സീനി, ബഅ്ളുഹും അവരിൽ ചിലർ, a few of them or some of them, മിനസ്സീനി from China, സീൻ അസ്സീനു ചൈന. വബഅ്ളുഹും അവരിൽ ചിലർ, മിനൽ യാബാനി, മിനൽ യാബാനി from the Japan. ഐനൽ മുസ്തഫ വഅസ്ദിഖാഉഹു, ഐനൽ മുസ്തഫ, മുസ്തഫ എവിടെ? വഅസ്ദിഖാഉഹു, സദിയഖിന്റെ ബഹുജനമാണ് അസ്ദിഖാഉ. അസ്ദിഖാഇന് ഒരു ലമ്മേ ഉള്ളൂ കേട്ടോ. സദിയഖുൻ അസ്ദിഖാഉ. നേരത്തെ എന്തായിരുന്നു ഒരു നമ്മളുടെ വാക്ക് പറഞ്ഞത്? ജമീലുൻ സുമലാഉ. അപ്പൊ അത് ഇതുമായിട്ട് എന്തെങ്കിലും സാദൃശ്യമുണ്ടോ? ഒരു നമ്മളുടെ ഇതും അതും തമ്മിൽ എന്തെങ്കിലും കോമൺ പ്രിൻസിപ്പിൾ പറയാൻ പറ്റുമോ? ജമീലുൻ സുമലാഉ, സദിയഖുൻ അസ്ദിഖാഉ. അവസാനം അലിഫും ഹംസും വരുന്നു. അവസാനം അലിഫും ഹംസും വരുന്ന നാമങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലമ്മേ ഉള്ളെന്ന് പറയാം. സദിയഖുൻ അസ്ദിഖാഉ, സദിയഖുൻ അസ്ദിഖാഉ, ജമീലുൻ സുമലാഉ. നേരത്തെ തവീലുൻ തിവാലുൻ ഖസീറുൻ ഖിസാറുൻ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അതുപോലെ പാറ്റേൺ അത് അതിന്റെ രണ്ടിനും ഒരേ രീതിയാണ് പാറ്റേൺ വരുന്നത്. ഇതിന്റെയും ജമീലുൻ സുമലാഉ സദിയഖുൻ അസ്ദിഖാഉ ഒരേ രീതിയിലാണ്. അസ്ദിഖാഉ. ദഹബു ഇലൽ മത്അം. അപ്പൊ ഒരു കാര്യം കൂടെ പഠിച്ചു. ദഹബ അവൻ പോയി, ദഹബു അവർ പോയി. അപ്പൊ ഐനുൽ മുസ്തഫ അസ്ദിഖാഉ, മുസ്തഫയും സുഹൃത്തുക്കളും എവിടെ? അവർ മോർ ദാൻ 2 ആണ് കേട്ടോ. മോർ ദാൻ 2 ആണെങ്കിലാണ് ദഹബു അവർ പോയി. ഒന്ന് ദഹബ അവൻ പോയി, ദഹബു അവർ പോയി. അപ്പൊ നമ്മൾ 1 പഠിച്ചിട്ട് പിന്നെ 3ലേക്കാണ്, 2-ലധികത്തിലേക്കാണ് പോകുന്നത്. അതാണ് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ
എന്നും ദുറൂസ് ലുഗത്തുൽ അറബിയയും തമ്മിൽ ഉള്ള കണക്ഷൻ, റിലേഷൻഷിപ്പ്. നമ്മൾ എന്താണ്? സഹോദരന്മാരാണ്. കാരണം എന്താ, അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ഉണ്ടാക്കിയ ആൾ എവിടെയുള്ള അടുത്ത് തന്നെ? വർക്കലക്കാരനല്ല, ഹൈദരാബാദ്. 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 ദുറൂസുൽ ലുഗത്തുൽ അറബിയ ഉണ്ടാക്കിയ അടുത്ത് തന്നെ ചെന്നൈ. ചെന്നൈ. രണ്ടും ഇന്ത്യക്കാരാണ്. അപ്പോ മാത്രമല്ല, ഇതാണ് എളുപ്പ വഴി. ഏകവചനം പഠിച്ചാൽ ബഹുവചനം പഠിക്കലാണ് എളുപ്പ വഴി. പിന്നീട് ദ്വിവചനം നമുക്ക് പിന്നീട് സാവധാനത്തിൽ പഠിക്കാം. ഏകവചനം ബഹുവചനമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അവർ റെസ്റ്റോറന്റിൽ പോയി. മത്ആം എന്താണ്? റെസ്റ്റോറന്റ് ആണ്. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുമ്പോ യൂണിവേഴ്സിറ്റി നമ്മൾ എന്താ പറയല്? യൂണിവേഴ്സിറ്റിയിലെ ക്യാൻറ്റീനിൽ പോയി. ജാമിയ. ജാമിയയിലെ ക്യാൻറ്റീനിൽ പോയി. ജാമിയയിലെ റെസ്റ്റോറന്റ് അല്ല, ജാമിയയിലെ ക്യാൻറ്റീൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഡൈനിങ് ഹാൾ എന്നൊക്കെ പറയാം. ഇവിടെ ക്യാൻറ്റീനാണ്. ദഹബൂയിലെ മത്താം, അവര് ക്യാൻറ്റീനിലേക്ക് പോയി. തമാരി, എക്സസൈസ്. ഉസ്താദ്, അവിടെ ഗൾഫിലൊക്കെ മത്താം എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് എന്നാണല്ലോ എഴുതി വെച്ചുള്ളത്. ആയിക്കോട്ടെ, നിങ്ങൾ യൂണിവേഴ്സിറ്റി പോയാ? ഇല്ല. ഭക്ഷണശാല എന്നുള്ള അർത്ഥത്തിലായിരിക്കും അത്. ഭക്ഷണശാല. അപ്പൊ എല്ലാം കോളേജിൽ പോയാലും അവിടെ ക്യാൻറ്റീൻ എന്ന് പറയല്. അതെ, അല്ല, ഹോട്ടലും റെസ്റ്റോറന്റും വ്യത്യാസം ഉണ്ടല്ലോ. ഞാൻ ആ വാക്കേ ഉപയോഗിച്ചില്ല. ഇംഗ്ലീഷിൽ തന്നെ രണ്ടും വ്യത്യാസം. അല്ല, ഇംഗ്ലീഷ് പറയാൻ കാരണം എന്താ ഉസ്താദേ? അൽ മുസ്തഫ. അൽ മുസ്തഫ എന്നാണ് അയാളുടെ പേര്. ഞാൻ മുമ്പ് പറഞ്ഞ ചില വാക്കുകൾക്ക് അൽ ഉള്ള പേരുകൾ ഉണ്ടാവും, അത് അല്ലില്ലാതെ ഉപയോഗിക്കുന്നതും ഉണ്ടാകും. അപ്പൊ മുസ്തഫ എന്നും ഉപയോഗിക്കും, അൽ മുസ്തഫ എന്നും ഉപയോഗിക്കും. പക്ഷെ ഒരാളുടെ പേര് അൽ മുസ്തഫ എന്നാണെങ്കിൽ അതെപ്പോഴും അൽ മുസ്തഫ എന്ന് തന്നെ ഉപയോഗിക്കും. ഓക്കെ, മുസ്തഫ എന്ന പേര് ചില ആൾക്കാർ പേരിടുമ്പോ മുസ്തഫ എന്ന് പേരിടും, ചില ആൾക്കാർ അൽ മുസ്തഫ എന്ന് പേരിടും. എങ്ങനെയാണ് അയാളുടെ പേര്, അങ്ങനെയാണ് വിളിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഹവ്വിൽ മുബ്തദ ഫീ കുല്ലിൻ മിനൽ ജുമലിൽ ആതിയതി ഇലാ ജംഇൻ. നമ്മൾ നേരത്തെ മുബ്തദ പറഞ്ഞായിരുന്നു. മുബ്തദ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു സെന്റൻസിന് രണ്ട് പാർട്ട് ഉണ്ടാവും. മുബ്തദ എന്ന് പറഞ്ഞാൽ ബിഗിനിങ് പാർട്ട്. അപ്പോ നോമിനൽ സെന്റൻസിനാണ് അങ്ങനെ പറയാ. നാമവാക്യം, നാമം നൗൺ കൊണ്ട് തുടങ്ങുന്ന വാക്യത്തിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ ഫസ്റ്റ് പാർട്ടിന് മുബത്തദ എന്ന് പറയും, സെക്കൻഡ് പാർട്ടിന് ഖബർ എന്ന് പറയും. ഖബർ നമുക്ക് വാർത്ത. മുബത്തദയാണ് എന്തിനെ കുറിച്ച് പറയുന്നു, അതാണ് മുബത്തദ. അതിനെക്കുറിച്ച് എന്ത് ഇൻഫർമേഷൻ തരുന്നു, അതാണ് ഖബർ. ഹബ്ബിൽ മുബത്തദ ബിഗിനിങ് പാർട്ടിന് എന്ത് ചെയ്യണം? ഫീ കുല്ലിൻ മിനൽ ജുമലിൽ ആതിയ ഇലാ ജംഇൻ. ബിഗിനിങ് പാർട്ട് എന്ത് ചെയ്യണം? ഈ വരുന്ന ഓരോ സെന്റൻസിന്റെയും ജം ആക്കി മാറ്റണം, പ്ലൂറലാക്കണം. മിസാൽ, എക്സാമ്പിൾ, ഹാദ ത്വാലിബുൻ. അപ്പൊ ഹാദയ്ക്ക് പകരം എന്ത് ചെയ്യണം? ഉലായി ആക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും താലിബ് എന്നുള്ളത് ലാബാണ്. ഹാദ താലിബുൻ, ഉലായി തുല്ലാബിൻ. ഉലായിക്കുള്ള കാര്യം നമ്മൾ പറഞ്ഞതേ ഇല്ല കേട്ടോ. ഉലായി തുല്ലാബിൻ, ഹാദ താലിബുൻ, ഉലായി തുല്ലാബിൻ. ഹാദ താജിറുൻ, താജിറിന്റെ ബഹുവചനം അവിടെ കൊടുത്തിട്ടുണ്ട്. താജിറുൻ, തുജാർ. ഹാദ ഹാജുൻ, ഹൗലായി ഹുജ്ജാജുൻ. ഹാഉലായി ഹുജ്ജാജുൻ. ഹാഉലായി അല്ല, ഒരു കേരള ആയിട്ടല്ല പറയാം. ഹാഉലായി ഹംസ എന്താണ്? ടെമ്പറുള്ള അക്ഷരമാണ്. ടെമ്പറുള്ള അക്ഷരങ്ങൾ കാണുമ്പോൾ ടെമ്പറുള്ള അക്ഷരങ്ങൾ എഴുതി വെക്കണം. ടെമ്പർ ഉള്ള അക്ഷരങ്ങൾ ഞാൻ ഗ്രൂപ്പിലിട്ട് തരാം. ടെമ്പറുള്ള അക്ഷരം
ആ ടെമ്പറൽ അക്ഷരങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ടെമ്പറൽ അക്ഷരങ്ങൾ അജിദു കത്തിൻ, അജിദു ഖത്തിൻ, ബക്കത്ത്. ഞാൻ പറയുന്നല്ലേ നിങ്ങൾ കേൾക്കുന്നത്? ഒന്നുകൂടെ പറഞ്ഞാല് വായിക്ക്. നാലകത്ത് വായിക്കൂ. ഹാദാ താജിറുൻ. ഓക്കെ. ഹാഉലാഇ തുജാറുൻ. ഹഉലാഇ തുജാൻ. അപ്പൊ ഹംസ എന്താണ്? ടെമ്പറുള്ള അക്ഷരങ്ങൾ എന്നാണ് പറഞ്ഞത്. ടെമ്പറുള്ള അക്ഷരങ്ങൾ ഞാൻ ഗ്രൂപ്പ് ഇട്ട് തരും, അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ആ അക്ഷരങ്ങൾക്ക് ടെമ്പറുണ്ട്. അജിദു ഖത്തിൻ ബക്കത്ത് എന്നാണ് അതിന്റെ പറഞ്ഞു പഠിക്കേണ്ടത്. അജിദു ഖത്തിൻ ബക്കത്ത്. ഹംസ് അ, ജീം ജി, ദാൽ അജിദു, ഖത്തിൻ ഖാഫ്, ത്വാ ഖത്തിൻ ത്വാ, ബ ബ ബക്കത്ത് ക, ത ത നമ്മളത് ദഹബ ദഹബത്ത് എന്ന് പറഞ്ഞല്ലോ, ആ ത. അപ്പൊ അജിദു ഖത്തിൻ ബക്കത്തിലുള്ള ഈ 8 അക്ഷരങ്ങളും എന്താണ്? ടെമ്പർ ഉള്ള അക്ഷരങ്ങളാണ്. ഞങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ ടെമ്പർ ഹഉലാഇ, ഹഉലാഇ അല്ല, ഹഉലാഇ അല്ല, ഹഉലാഇ, ഹഉലാഇ. പിന്നെ ഖുർആൻ വായിക്കുമ്പോഴാണ് അവിടെ 4 ഹർക്കത്ത് 5 ഹർക്കത്ത് നീട്ടുണ്ട്. അത് പറയാം. ഓക്കെ. ഹാദാ താജിറുൻ, ഹഉലാഇ തുജാറുൻ. രണ്ട് ഹഉലാഇ ഹഉലാഇ ഹുജ്ജാജ്. മൂന്ന് هذا رجل هؤلاء رجال ഹഉലാഇ റിജാലുൻ. നാല് هذا كبير هؤلاء كبار هؤلاء كبار. هذا صغير. هؤلاء صغار. ആരാ പറഞ്ഞത് ഹൗലായി എന്ന്? ഹഉലാഇ. هؤلاء 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 صغار. هؤلاء صغار. هذا قصير. هؤلاء قصار. هذا طويل. هؤلاء طوال. هذا ولد. هؤلاء ولد أولاد. هذا ابن. هذا ابن. هؤلاء أبناء. അപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാ സ്ഥലത്തും എന്തല്ല, അലിഫും ഹംസും വരുന്നിടത്ത് എല്ലായിടത്തും അതേപോലെ അല്ല. ഇവിടെ എന്താണ്? അബിനാഇന് തൻവീനുണ്ട് കേട്ടോ. അത് ഏത് ഫോർമാറ്റ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അലിഫും ഹംസും വരുന്നിടത്ത് തൻവീൻ ഇല്ലാത്ത ഒരു ഫോർമാറ്റ് ഉണ്ട്, ഒരു പാറ്റേൺ. ആ പാറ്റേൺ നമ്മൾ പറഞ്ഞുതരും പിന്നീട്. ആ പാറ്റേണിലാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു ദം മാത്രം വരുന്നത്. അബിനാ പാറ്റേണിൽ എന്തല്ല, തൻവീൻ ഉള്ളതാണ്, ഒരു ദമ്മല്ല. ഹദ അമ്മുൻ. ഹഉലാഇ അഅ്മാമുൻ. അഅ്മാമുൻ എന്നുള്ളത് അബിനാഇന്റെ പാറ്റേൺ. അബിനാഉൻ അഅ്മാമുൻ അഅ്മാമുൻ. അപ്പൊ അമ്മിന്റെ ബഹുവചനം അഅ്മാമുൻ. അഅ്മാമുൻ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ നിങ്ങള്? അത് തന്നെ. നിങ്ങളെ ഇളയപ്പമാരുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ലാന്ന് ആയത്തങ്ങൾ ഓർമ്മ വന്നോ? ഏത് സന്ദർഭം ഓർമ്മ വന്നോ? സൂറത്തുൻ നൂറില് പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞു. അത് ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. നിസായിരിക്കാൻ വഴിയില്ല. ഒന്നിൽ അഹ്സാബ് ആയിരിക്കും, അല്ലെങ്കിൽ നൂറായിരിക്കും. അനാമിക്കും ആയിക്കോട്ടെ ആയിക്കോട്ടെ. അടുത്ത ഹാദ ഷേഖുൻ. ഷേഖിന്റെ ഷുയൂഖുൻ. ഹാദ ضيفുൻ. ഹഉലാഇ ളുയൂഫുൻ. ളുയൂഫുൻ. അപ്പൊ ളുയൂഫ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ റഷീദ് സാറേ? ളുയൂഫ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ളുയൂഫ് ളുയൂഫുർ റഹ്മാൻ എന്നാണ് ഹജ്ജാജിനെ കുറിച്ച് പറയുന്നത്. ളുയൂഫുർ റഹ്മാൻ എന്നാണ് ഹജ്ജാജിനെ റെസ്പെക്ട് ചെയ്ത് പറയുന്ന ളുയൂഫുർ റഹ്മാൻ. കാരണവാന്മാന്റെ ദാസനല്ല, കാരണവാന്റെ അതിഥികൾ.
വയൂഫുർ റഹ്മാൻ. ഹജ്ജ് ചെയ്യാൻ വരുന്നവരെ പറഞ്ഞു വയൂഫുർ റഹ്മാൻ. ഹദാ ജമീലുൻ ഹഉലാഇ സുമലാഉ. അപ്പൊ സുമലാഉ എന്ന് പറഞ്ഞ പാറ്റേൺ കണ്ടോ നിങ്ങള്? ഒരു നമ്മളുള്ള പാറ്റേൺ ആദ്യം നമ്മ കൊണ്ടാ തുടങ്ങുന്നത്. സുമലാഉ. അതുപോലെ അതിന്റെ താഴെയുണ്ട് ഫുഖറാഉ. ഫുഖറാഉ. അതൊക്കെ എന്താണ്? ഒരു നമ്മളിന്റെ പാറ്റേൺ ആണ്. അഗ്നിയായിലും ഒരു നമ്മേ ഉള്ളു. അത് അഗ്നിയാഉ അസ്ദിഖാഉ വേറൊരു പാറ്റേൺ ആണ്. ഫുഖറാഉ ഹദാ ഫഖീറുൻ ഹഉലാഇ ഫുഖറാഉ. ഹദാ ഗനിയ്യുൻ ഹഉലാഇ അഗ്നിയാഉ. അഗ്നിയാഉ. അപ്പൊ ഫുഖറാഉ അഗ്നിയാ ഇവയ്ക്കെല്ലാം എന്തേ ഉള്ളു? ഒരു നമ്മേ ഉള്ളു. അപ്പൊ ദരിദ്രരും സമ്പന്നരും ഒരേപോലെയുള്ള ഒരു വിഷയം എന്താണ്? ഒരു ദമ്മുള്ളവരാണ്. ഒരു ദമ്മുള്ളവരാണ്. ഫുഖറാഉം അഗ്നിയാഉം. ഫുഖറായിനും അഗ്നിയായിനും ഒരു നമ്മേ ഉള്ളു. അതേപോലെ സദീഖുൻ അസ്ദിഖാഉ. അസ്ദിഖാഉ. അപ്പൊ ഫുഖറാ വസിന്, അതേപോലെ അഗ്നിയാ വസിന്. ഇതാണ് ഈ പാറ്റേൺ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. അവസാനം ഒരു നമ്മുള്ളത്. ഫുഖറാ അസ്ദിഖാ. ഫുഖറാഉം അസ്ദിഖാഉം കേട്ടോ, സുഹൃത്തുക്കളും ദരിദ്രന്മാരും. ഫുഖറാ അസ്ദിഖാ. അസ്ദിഖാ വേറെ പാറ്റേൺ ആണ്, ഫുഖറാ വേറൊരു പാറ്റേൺ ആണ്. ഈ രണ്ട് പാറ്റേണിലും എന്താണ്? ഒരു ഹംസ ഒരു നമ്മേ ഉള്ളൂ. അതേപോലെ ഹാദാ തബീബുൻ ഹഉലാഇ അത്തിബാഉ. അത്തിബാഉ അസ്ദിഖാഇന്റെ പാറ്റേൺ പെട്ടതാണ്. അത്തിബാഉ. സോറി, അത്തിബാഉ. ബായിലാണ് ശബ്ദ്. അത്തിബാഉ. തബീബിന്റെ ബഹുവചനം അത്തിബാഉ. ഹഉലാഇ അത്തിബാഉ. ഹാദാ ഫതൻ. മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ഫതൻ എന്ന്. ഫതൻ എന്നാണ് അൽ വരുമ്പോൾ അൽ ഫതാ. അൽ വന്നാൽ തൻമീൻ പാടില്ല. പക്ഷെ ഇവിടെ അക്ഷരത്തിന് വ്യത്യാസമൊന്നുമില്ല, തൻമീൻ മാറുന്നെന്ന് മാത്രമേ ഉള്ളൂ. അൽ ഫതാ. ഹാദൽ ഫതാ. ഹാദാ ഫതൻ. ഇവിടെ തൻമീൻ ഉണ്ട്. ഹാദാ ഫതൻ, അല്ലില്ല. പിന്നെ ഹഉലാഇ ഫിതിയത്തുൻ. ഹഉലാഇ ഫിതിയത്തുൻ. ഹാദാ അഖുൻ. അഖുന്റെ ബഹുവചനം എന്താണ്? ഹഉലാഇ ഇഖ്വത്തുൻ. ഹാദാ ജദീദുൻ. ജദീദിന്റെ ബഹുവചനം ഹഉലാഇ ജുദൂദുൻ. ഹഉലാഇ ജുദൂദുൻ. ഹഉലാഇ ജുദൂദുൻ. ഹാദാ മുദർരിസുൻ. മുദർരിസൂന. മുദർരിസിന്റെ ബഹുവചനം സ്റ്റാൻഡേർഡ് പ്ലൂറലാണ്, അഥവാ കോമൺ പ്ലൂറലാണ്, പൊതു സാധാരണഗതിയിലുള്ള ബഹുവചനമാണ്. അപ്പം മുദർരിസൂന. ഹഉലാഇ മുഹന്ദിസുൻ. സോറി, മുഹന്ദിസുൻ. ഹഉലാഇ മുഹന്ദിസൂന. അതേപോലെ ഹാദാ ഫല്ലാഹുൻ. ഹഉലാഇ ഫല്ലാഹൂന. ഫല്ലാഹൂന. ഹാദാ മുജ്തഹിദുൻ. ഹഉലാഇ മുജ്തഹിദൂന. ഹാദാ മുസ്ലിമുൻ. ഹഉലാഇ മുസ്ലിമൂന. മുസ്ലിമൂന. അപ്പൊ എക്സർസൈസിൽ എഴുതേണ്ടത് ഈ ഉത്തരം മാത്രമാണ്. എന്ത്? ചോദ്യമല്ല എഴുതേണ്ടത്, ഉത്തരം മാത്രമാണ്. ഹഉലാഇ ചേർത്തിട്ട് ഈ വാക്കുകൂടെ ബ്രാക്കറ്റ് കിടക്കുന്ന വാക്ക് ബ്രാക്കറ്റ് ഇല്ലാതെ ചേർത്ത്. ഹഉലാഇ തുജാറുൻ. ഹഉലാഇ ഹുജ്ജാജുൻ. ഹഉലാഇ റിജാലുൻ. ഹഉലാഇ കിബാറുൻ. ഹഉലാഇ സിഗാറുൻ. ഹഉലാഇ ഖിസാറുൻ. ഹഉലാഇ തിജ്വാലുൻ. ഹഉലാഇ ഔലാദുൻ. ഹഉലാഇ അബ്നാഉൻ. ഹഉലാഇ അഅ്മാമുൻ. ഹഉലാഇ ശുയൂഖുൻ. هؤلاء ضيوف. هؤلاء زملاء. هؤلاء فقراء. هؤلاء أغنياء. هؤلاء أصدقاء. هؤلاء أطباء. هؤلاء فتية. هؤلاء إخوة. هؤلاء جنود. هؤلاء مدرسون. هؤلاء مهندسون. هؤلاء فلاحون. هؤلاء مجتهدون. هؤلاء مسلمون. طيب يا إخواني والأخوات، وسنقفها هنا. എന്ത് ചെയ്യണം? എഴുതിയിട്ട് ഗ്രൂപ്പിലിടുക. പറയും 4 or 5 യൂണിറ്റിലാന്ന് എനിക്ക് ഓർമ്മല്ല. ഒരു ഹദീസിന്റെ ഗ്രന്ഥത്തിന്റെ പേര് പറഞ്ഞിരുന്നില്ല.
ആ അതിന്റെ പേരൊന്ന് പറഞ്ഞുതരാം ഉസ്താദ്. ഹദീസ് ഗ്രന്ഥത്തിന്റെ പേരോ? തർക്കത്തില്ലാതെ വായിക്കാൻ പറ്റുന്നത്. അർക്കത്തില്ലാതെ വായിക്കാൻ പറഞ്ഞതോ? ആ പുസ്തകത്തിലുള്ളതാണോ അല്ല? ഹദീസ് ഹദീസുള്ളത് ഹദീസിന്റെ ഹദീസ് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ മുഖ്തസർ അൽ ഇമാം മുഖ്തസർ സഹീഹുൽ മുസ്ലിം അല്ലെങ്കിൽ മുഖ്തസർ സഹീഹ് മൂന്ന് സഹീഹുൽ ഇമാമിങ്ങളെ ബുഖാരി. ഏതെങ്കിലും മുഖ്തസർ സഹീഹുൽ ബുഖാരി അല്ലെങ്കിൽ മുഖ്തസർ സഹീഹ് മുസ്ലിം. മുഖ്തസർ അല്ലെ? മുഖ്തസർ 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 സഹീഹ് മുസ്ലിം അല്ലെങ്കിൽ സഹീഹ് ബുഖാരി. അപ്പൊ നിങ്ങൾക്ക് അത് എടുത്തു വെച്ചാല് വായിച്ചാൽ എന്ത് ചെയ്യാ? നിങ്ങൾ എന്ത് പഠിക്കണമെന്ന് ചോദിച്ചാൽ ഞാനിപ്പോ എന്താ പഠിക്കുന്നത് ചോദിച്ചാൽ ഞാൻ സഹീഹ് ബുഖാരി ഓതിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ബുഖാരി മുസ്ലിം, ബുഖാരിയുടെയോ മുസ്ലിമിന്റെയോ മുഖ്തസർ കിട്ടും. അത് കുറഞ്ഞ വില 25 റിയാലാണ് ഞാൻ അന്ന് വാങ്ങിയത്. അത് അവിടെ കിട്ടുമല്ലോ അല്ലെ? ദുബൈയിൽ കിട്ടുമല്ലോ അല്ലെ? എല്ലാ സ്ഥലത്തും കിട്ടും. മുഖ്തസർ എന്ന് പറഞ്ഞാൽ ഒറ്റ വാളിത്തുണ്ടാവും. മുഖ്തസർ ഇവിടെ കിട്ടുമോ ഉസ്താദ്? അത് ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഡൽഹിയിലൊക്കെ കിട്ടുന്നുണ്ടാവും. ഡൽഹിയിലാണ് ഇപ്പോൾ. അല്ല അടുത്ത നെക്സ്റ്റ് അടുത്ത ഡൽഹിയിലാണ്. ഇപ്പൊ ഡൽഹിയിൽ കിട്ടുന്ന എല്ലാ പുസ്തകങ്ങളും കോഴിക്കോട്ട് കിട്ടും. കോഴിക്കോട്ട് എജി മാർട്ടിൽ എല്ലാ കിതാബുകളും ഉണ്ട്. അവിടെ ചോദിച്ചു നോക്കാം മുഖ്തസർ ഉണ്ടോന്ന്. ഉണ്ടായിരിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഇവിടെയൊക്കെ കിതാബ് ദർസിൽ ഓതുന്ന കിതാബുകളാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. നിങ്ങൾ ഗൾഫിൽ നിന്ന് വാങ്ങിയാൽ എളുപ്പമായിരിക്കും. അത് നല്ല പ്രിന്റ് ആയിരിക്കും, നല്ല ക്വാളിറ്റി ആയിരിക്കും, കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, എന്താ പറഞ്ഞ? അല്ല, നിങ്ങൾ ഗൾഫിൽ നിന്ന് വാങ്ങിയാൽ എളുപ്പം, നല്ല ക്വാളിറ്റി ഉണ്ടാകും, കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇവിടെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ തിക്നെസ് കൂടുതലായിരിക്കും, കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് വലിപ്പത്തിലായിരിക്കും ഇവിടെയൊക്കെ അടിക്കുക. അവിടെ കുറെ കൂടെ ചെറിയ രീതിയിൽ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ സഹീഹ് മുസ്ലിം, സഹീഹുൽ ബുഖാരി തന്നെ ഒറ്റ വാള്യത്തിലുണ്ട്. മുഖ്തസർ അല്ലാത്തതും ഒറ്റ വാള്യത്തിലുണ്ട്. മുഖ്തസർ ഒറ്റ വാള്യത്തിലുണ്ട്. ഞാൻ അടുത്ത ക്ലാസ് മലയാളം കംപ്ലീറ്റ് ഉണ്ട്. മലയാളം കംപ്ലീറ്റ് ഉള്ള എത്ര വാള്യത്തിലാ? രണ്ട്. ഓരോ വോള്യത്തില് മുസ്ലിം, തുർമുദി, ബുഖാരി. ഇവിടെ ഏതോ പബ്ലിഷിംഗ് പുറത്തിറക്കിയിട്ടുണ്ട്. അത് മുഖ്തസറാണ് ശരിക്കും. ആയിരിക്കാനേ വഴിയുള്ളൂ. മുഖ്തസർ ആയിരിക്കാനേ വഴിയുള്ളൂ. കാരണം മുഖ്തസർ അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു വാളത്തിൽ ഇറക്കാൻ പറ്റില്ല. ഞാൻ സഹീഹ് ബുഖാരി ഒറ്റ വാളത്തിലുള്ളതെന്ന് പറഞ്ഞാൽ അത് ചെറിയ തിക്നെസ് കുറഞ്ഞ പേപ്പർ ആയിരിക്കും, അതേപോലെ ചെറിയ പ്രിന്റ് ആയിരിക്കും. അതെന്തായാലും മലയാളത്തിൽ ഒറ്റ വാളത്തിൽ ഇറക്കാൻ പറ്റില്ല. അത് ഇമാം ബുഖാരി ഹദീസ് ക്രോഡീകരിക്കുമ്പോൾ ചാപ്റ്ററുകൾ അടിസ്ഥാനമാക്കിയാണ്, അല്ലെങ്കിൽ വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഹദീസ് ക്രോഡീകരിച്ചത്. അപ്പൊ ഒരു ഹദീസ് പല വിഷയത്തിനും വന്നിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്ത് അത് ഉദ്ധരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ആ പുസ്തകം, ഗ്രന്ഥം നീണ്ടുപോകും. അതിനെ മുഖ്തസർ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് റിപ്പീറ്റേഷൻ, ഹദീസിന്റെ നമ്പർ മാത്രം കൊടുത്തിട്ട് ആവർത്തനമില്ലാതെ കൊടുക്കും. അതാണ് മുഖ്തസർ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇഖ്തിസാർ എന്ന് പറയുന്നത് പൂർണ്ണമായ ഹദീസില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടത് മുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇമാം ബുഖാരി വരെയുള്ള വ്യക്തികളുടെ പേരും എഴുതിയിട്ടുണ്ടാവും. അതുകൂടെ ഒഴിവാക്കുന്നതാണ് രണ്ടാമത്തെ ഇഖ്തിസാർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു സംഗ്രഹം എന്ന് പറയുന്നത്. രണ്ട് സംഗ്രഹമാണ്. ഒന്ന് സഹാബിയുടെ ഒരു സഹാബിയുടെ പേര് മാത്രം പറയും, മറ്റു സഹാബിമാരുടെ പേര് ഒഴിവാക്കും. രണ്ട്, ആവർത്തനം ഒഴിവാക്കും. ഒരു വിഷയം, ഒരു ഹദീസ് വ്യത്യസ്ത വിഷയങ്ങളിൽ വ്യത്യസ്ത സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് മാത്രം പറയുന്നതാണ് ഒരു സംഗ്രഹം. അപ്പൊ ഇത് രണ്ടും കൊണ്ട് നമുക്ക് വേറെ ദോഷമൊന്നും ഉണ്ടാകുന്നില്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്ന് പറഞ്ഞാൽ ഇബ്നു ഉമർ നബിയിൽ നിന്ന് കേട്ടതാണ്, അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു. അതിനിടയിലുള്ള വ്യക്തികൾ, കുറെ വ്യക്തികളുണ്ടാവും, ആ വ്യക്തികളുടെ പേരൊക്കെ ഒഴിവാക്കിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഒരു വിഷയത്തിന്റെ ഹദീസ് ഒരു സ്ഥലത്ത് മാത്രം പറയും.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ കലാമിന്റെ ഭാഷ പഠിക്കാനും അതിൽ ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും വായിക്കാനും കൂടുതൽ വായിക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി വഖിനാ അദാബന്നാർ റഹ്മത്തുക യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരിൽ ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലൽ ലിഖാഇ ബിഇذن